മാത്തമാറ്റിക്സിന്റെ +2 ചാപ്റ്റേഴ്സ് ഇന്നു മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. +2 ആകെ 13 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. +1 ആകെ 16 ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾ പഠിച്ചത്. അത്രയും ചാപ്റ്റേഴ്സ് +2 പഠിക്കാനില്ല. ആകെ 13 ചാപ്റ്റേഴ്സ് മാത്രമേ +2 പഠിക്കാനുള്ളൂ. അതിൽ ചില ചാപ്റ്റേഴ്സ് +1 നിങ്ങൾ പഠിച്ച ചാപ്റ്റേഴ്സിന് നേരെ കണ്ടിന്യൂഷൻ ആണ്. അതിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 3rd ചാപ്റ്റർ ആയ മെട്രീസസ് എന്നുള്ള ചാപ്റ്റർ ആണ്. ഈ മെട്രീസസ് എന്നുള്ള ചാപ്റ്റർ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അതിന്റെ കോൺസെപ്റ്റ് റെക്ടാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് ഓർ ഫങ്ഷൻസ്, അതിനെ പറയുന്ന പേരാണ് മെട്രീസസ്. ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ സാധാരണഗതിയിൽ ഞാനൊരു എക്സാമ്പിൾ പറയാണ്. 3 ആൾക്കാരുണ്ട്. ഒന്ന് ആയിഷ, രണ്ടാമത്തെ ആള് സെലിൻ, തേർഡ് വിഷ്ണു. ഈ 3 ആൾക്കാർക്ക് ഒരു മാസം നോട്ട് ബുക്ക് മേടിക്കാൻ ചെലവാകുന്ന ക്യാഷ്, ഒരു മാസം നോട്ട് ബുക്ക് മേടിക്കാൻ ചെലവാകുന്നത് ആയിഷക്ക് 30 റുപ്പീസ് ആണ്, സെബിന് ഒരു 50 റുപ്പീസ് ആണ്, വിഷ്ണുവിന് 25 റുപ്പീസ് ആണ് ഒരു മാസം നോട്ട് ബുക്ക് മേടിക്കാൻ ചെലവാകുന്നത്. ഇതേപോലെ ഇവർക്ക് പെന്ന് മേടിക്കാൻ ചെലവാകുന്നത് ആയിഷക്ക് 10 റുപ്പീസ് ആണ്, സെബിന് 20 റുപ്പീസ് ആണ്, വിഷ്ണുവിന് ഒരു 35 റുപ്പീസ് ആണ് പെന്ന് മേടിക്കാൻ ചെലവാകുന്നത്. ഏതിക്കും ഒരു അസംഷൻ ആണ്. ഇനി അതുപോലെ വേറെ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വേറെ ഒരു പെൻസിൽ ആയിക്കോട്ടെ. പെൻസിൽ മേടിക്കാൻ ചെലവാകുന്നത് ആയിഷക്ക് 5 റുപ്പീസ്, സെബിന് 7 റുപ്പീസ്, വിഷ്ണുവിന് 8 റുപ്പീസ്. ഈ രീതിയിലാണ് നോട്ട് ബുക്കിന്, പെന്നിന്, പെൻസിലിന് ആയിഷക്കും സെബിനും വിഷ്ണുവിനും ചെലവാകുന്നത് എഴുതിക്കോ. ഇതാണ് ഒരു ടാബുലാർ കോളം വരച്ചിട്ടുള്ള റെപ്രസെന്റേഷൻ. അതായത് തന്ന ഡാറ്റിനെ ഒരു ഓർഡർ ആക്കിയിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന പരിപാടിയാണ് ടാബുലാർ കോളം റെപ്രസെന്റേഷൻ. എന്താണ് ഈ ടാബുലാർ കോളം റെപ്രസെന്റേഷന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണ്? അതായത് കറക്റ്റ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ആയിഷക്ക് ചെലവാകുന്ന ടോട്ടൽ ക്യാഷ് കാണുന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ പോരെ. ഇനി നോട്ട് ബുക്കിന് ചെലവാകുന്ന ഫുള്ള് ക്യാഷ് കാണുന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് കോളത്തിലുള്ള എലമെന്റ്സിനെ ആഡ് ചെയ്താൽ പോരെ. അതായത് എല്ലാത്തിന്റെയും കറക്റ്റ് ലൊക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ടാബുലാർ കോളം റെപ്രസെന്റേഷൻ സാധാരണ നാം ഉപയോഗിക്കാറ്. അങ്ങനെയെങ്കിൽ പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം, ഇതിപ്പോ എക്സാമ്പിള് ഈ മെയ് മാസത്തിലെ കണക്കാണെന്ന് എഴുതിക്കും, അല്ലെങ്കിൽ ജനുവരിയിലെ കണക്കാണെന്ന് എഴുതിക്കും. അങ്ങനെയെങ്കിൽ ഫെബ്രുവരിയിൽ വേറൊരു കണക്കുണ്ടാവും, മാർച്ചിൽ വേറൊരു കണക്കുണ്ടാവും, ഏപ്രിലിൽ വേറൊരു കണക്കുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഒരു വർഷം കംപ്ലീറ്റ് ആകുന്ന സമയത്ത് ഇതിന്റെ ടോട്ടൽ എമൗണ്ട് എത്ര ചെലവായി എന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഓരോ ടാബുലാർ കോളം എടുത്ത് അതിൽ നിന്ന് ഇങ്ങനെ വേറെ വേറെ എടുത്തിട്ട് അതെല്ലാതും കൂടി ആഡ് ചെയ്ത് ഉള്ള പരിപാടിയൊക്കെ എന്ത് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഇതിന്റെ ഒരാൾക്ക് ചെലവാകുന്നത് 30 റുപ്പീസ് ആണെങ്കിൽ അങ്ങനെ 3 ആൾക്ക് ചെലവാകുന്ന എത്ര, അല്ലെങ്കിൽ 10 ആൾക്ക് ചെലവാകുന്ന എത്ര, അങ്ങനെയുള്ള ഐറ്റംസ് കാണണമെന്നുണ്ടെങ്കിൽ ഇതിലുള്ള എല്ലാ എലമെന്റ്സിനെയും ആ ഒരു പെർട്ടിക്കുലർ നമ്പർ കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. പക്ഷെ ഈ ടാബുലാർ കോളത്തില് ടാബുലാർ കോളംസ് തമ്മിൽ സാധാരണ നമ്പേഴ്സ് തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് പോലെ 3 + 5 = 8 എന്നൊക്കെ പറയുന്നത് പോലെ ഈ ടാബുലാർ കോളംസ് തമ്മിൽ ആഡ് ചെയ്യൽ പോസിബിൾ അല്ലല്ലോ. അതേപോലെ ടാബുലാർ കോളംസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യലും പോസിബിൾ അല്ല. അതുകൊണ്ട് ആൾജിബ്രായിക് ഓപ്പറേഷൻസ് പോസിബിൾ ആയിട്ടുള്ള, എന്നാൽ ഈ ടാബുലാർ കോളംസ് കൊണ്ട് എന്തെല്ലാം ഉപകാരങ്ങൾ നമുക്ക് കിട്ടുമോ ആ ഉപകാരങ്ങളൊക്കെ നടക്കുന്ന ഒരു വേറൊരു സിസ്റ്റം ഞാൻ ഉണ്ടാക്കുകയാണ്. അതിനെ പറയുന്ന പേരാണ് മെട്രീസസ്. അതായത് റെക്ടാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് ഓർ ഫങ്ഷൻസിനെ പറയുന്ന പേരാണ് മെട്രീസസ്. എന്താ കാരണം എന്ന് വെച്ചാല് ഇതിപ്പോ റെക്ടാങ്കുലർ അറേയാണ്, കണ്ടോ, റോകളുണ്ട്, കോളംസ് ഉണ്ട്, ഒരു റെക്ടാങ്കുലർ ഷേപ്പ് അല്ലേ. പക്ഷെ ഇത് ടാബുലാർ കോളംസ് ആണ്. ഈ ടാബുലാർ കോളംസിന് പകരം ഇതിനെ തന്നെ മെട്രിക്സ് ആക്കിയിട്ട് എങ്ങനെ ചെയ്തല്ലെന്ന് അറിയോ? ഇങ്ങനെ രണ്ട് ബോക്സ്, ഇങ്ങനെ ഒരു ബോക്സ്, റെക്ടാങ്കുലർ ബോക്സിന്റെ ഉള്ളില് ഈ നമ്പേഴ്സിനെ ഞാൻ ഇൻസേർട്ട് ചെയ്യും. 13, 10, 5, 50, 20, 7, 25, 35, 8. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇതിന്റെ ഫസ്റ്റ് റോ കണ്ടോ നിങ്ങൾ? ഈ ഫസ്റ്റ് റോ റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനാണ്? ആയിഷനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ആയിഷക്ക് ചെലവാകുന്ന എമൗണ്ട്. സെക്കൻഡ് റോ റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനാണ്? സെബിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. തേർഡ് റോ റെപ്രസെന്റ് ചെയ്യുന്നത് വിഷ്ണുവിനെയാണ്.
അതുപോലെ ഫസ്റ്റ് കോളം റെപ്രസെന്റ് ചെയ്യുന്നത് നോട്ട്ബുക്ക് ആണ്. ഇതേപോലെ സെക്കൻഡ് കോളം റെപ്രസെന്റ് ചെയ്യുന്നത് പെന്നാണ്. തേർഡ് കോളം റെപ്രസെന്റ് ചെയ്യുന്നത് പെൻസിലാണ്. അങ്ങനെയാണെങ്കിൽ റെക്ടാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് ഓർ എലമെന്റ്സിനെ പറയുന്ന പേരാണ് മെട്രിക്സ്. അപ്പൊ ഒരു മെട്രിക്സിനെ ഇതാ ഈ രൂപത്തില് ടാബുലാർ കോളം തന്നെയാണ്. ആ ടാബുലാർ കോളത്തിൽ റോസും കോളംസും ഇതേ സ്റ്റൈലിൽ റെപ്രസെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് മെട്രിസസ്. അപ്പോ മെട്രിസസിന്റെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ മെട്രിസസ് എന്ന് പറഞ്ഞാൽ എ റെക്ടാങ്കുലർ അറേ ഓഫ് array of numbers may be real or complex, ഏതായാലും കുഴപ്പമില്ല. rectangular array of numbers or functions are called matrices. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു മെട്രിക്സിനെ, ഇപ്പൊ ഇങ്ങനെ ഒരു മെട്രിക്സ് എനിക്ക് വന്നു, ഇനി വേറൊരു മെട്രിക്സും വരാം. അതുകൊണ്ട് ഒരു മെട്രിക്സിനെ സാധാരണ നമ്മൾ ഒരു ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ച് ഡിനോട്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഇതിന് ഞാൻ ക്യാപിറ്റൽ എ എന്ന് വെച്ച് ഡിനോട്ട് ചെയ്തു. ഇനി അടുത്ത വേറൊരു മെട്രിക്സ്, അതായത് ഒരു ഫെബ്രുവരി മാസത്തെ ഇതേ എമൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഞാൻ മെട്രിക്സ് ബി എന്ന് ഡിനോട്ട് ചെയ്യാം, മെട്രിക്സ് സി എന്ന് ഡിനോട്ട് ചെയ്യാം. അങ്ങനെയുള്ള ഡിനോട്ടേഷൻസ് എന്തിനു കൊടുക്കാറുണ്ട്? മെട്രിക്സിന് കൊടുക്കാറുണ്ട്. അപ്പൊ മെട്രിക്സിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ, ഇറ്റ് ഈസ് എ റെക്ടാങ്കുലർ അറേ ഓഫ് numbers or functions generally denoted by using capital letters. ഇതാണ് മെട്രിക്സിൽ ആദ്യമായിട്ട് മനസ്സിലാക്കാനുള്ളത്. ഇനി ഈ മെട്രിക്സിലെ തന്നെ എലമെന്റ്സിനെ അടുത്തതായിട്ട് മനസ്സിലാക്കേണ്ട ഓർഡർ ഓഫ് എ മെട്രിക്സ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഓർഡർ ഓഫ് എ മെട്രിക്സ്. ഓർഡർ ഓഫ് എ മെട്രിക്സ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു മെട്രിക്സ് കൺസിഡർ ചെയ്താൽ അതിൽ 3 റോകളുണ്ട്, 3 കോളംസ് ഉണ്ട്. അങ്ങനെയെങ്കിൽ ഇതിനെ ഞാൻ പറയും ഇതിന്റെ ഓർഡർ 3/3 ആണ്. ഏതൊരു 3x3 എന്ന വായിക്കുന്നത് എന്താ? 3/3. അപ്പൊ ഇതൊരു 3/3 മാട്രിക്സ് ആണെന്ന് ഞാൻ പറയും. 3/3 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ 3 നമ്പർ ഓഫ് റോസ്, പിന്നത്തെ 3 നമ്പർ ഓഫ് കോളംസ്. അങ്ങനെയാണെങ്കിൽ ഇത് 3/3 മാട്രിക്സ് ആണെന്ന് എനിക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ഓർഡർ ഓഫ് ദി മാട്രിക്സ് എന്നാൽ ഞാനൊരു മാട്രിക്സിന്റെ ഓർഡർ m/n ആണ് എന്ന് പറഞ്ഞാൽ അതിൽ m എന്ന് പറഞ്ഞുള്ളത് ഡിനോട്ട് ചെയ്യുന്നത് എന്തിനെയാണ്? നമ്പർ ഓഫ് റോസിനെയാണ്. നമ്പർ ഓഫ് റോസ്. n ഡിനോട്ട് ചെയ്യുന്നത് ആ മെട്രിക്സിലുള്ള നമ്പർ ഓഫ് കോളംസിനെയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു മെട്രിക്സ് ഒരു m/n മെട്രിക്സ് ആണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതിൽ m റോസും n കോളംസും ഉണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒരു 2/5 മെട്രിക്സ് ആണ്, ഒരു a എന്നുള്ളത് ഒരു 2/5 മെട്രിക്സ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം അതിൽ എന്തുണ്ട്? 2 റോസും ഉണ്ട്, 5 കോളംസും ഉണ്ട്. ഇതാണ് ഓർഡർ ഓഫ് എ മെട്രിക്സ് എന്നുള്ളതിന്റെ കോൺസെപ്റ്റ്. ഇനി ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇനി ഇതിന് ജനറലി ഇതിന്റെ ഒരു ലൊക്കേഷൻ കാണാൻ വേണ്ടിയിട്ട് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ 10 നിൽക്കുന്ന ഈ 10ന്റെ ലൊക്കേഷൻ എന്താ? ഈ 10ന്റെ ലൊക്കേഷൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയും ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിലുള്ള എലമെന്റ് ആണ് എന്ത്? 10. ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലമെന്റ് ആണ് എന്ത്? 10. അതേപോലെ 25ന്റെ ലൊക്കേഷൻ എന്താ? ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിലുള്ള എലിമെന്റ്. ആദ്യം റോനെ പറയാം, പിന്നെ കോളത്തിനെ പറയാം. ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യാറ്? സാധാരണ പറയാറ്. അങ്ങനെയെങ്കിൽ അതിന്റെ കറക്റ്റ് ലൊക്കേഷൻ നമുക്ക് പറയാൻ കഴിയും. ഇത്രാമത്തെ റോയില് ഇത്രാമത്തെ കോളത്തില് എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് ഞാൻ ഇതിനെ ജനറലി ഡിനോട്ട് ചെയ്യൽ എങ്ങനെയാണെന്ന് അറിയോ? ഇതിലുള്ള എല്ലാ എലമെന്റ്സിനെയും അതിന്റെ കറക്റ്റ് ലൊക്കേഷൻ എനിക്ക് ഡിനോട്ട് ചെയ്യാൻ സാധിക്കും. അതിനെ ഞാൻ സ്മോൾ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യാം. അതായത് ഇവിടെയുള്ള എലമെന്റിനെ ഞാൻ പറയാണ് A11 എന്ന് പറയാണ്. A11 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണെന്ന് അറിയോ? ആദ്യത്തെ 1 ഏത് റോയിലാണ്, രണ്ടാമത്തെ 1 ഏത് കോളത്തിലാണ്. അങ്ങനെയാണെങ്കിൽ A11 എന്ന് പറഞ്ഞാൽ എലമെന്റ് ഇൻ ദ ഫസ്റ്റ് റോ ആൻഡ് ഫസ്റ്റ് കോളം. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള എലമെന്റ് A12 ഇതിനർത്ഥം എന്താ? എലമെന്റ് ഇൻ ദ ഫസ്റ്റ് റോ ആൻഡ് സെക്കൻഡ് കോളം. ആദ്യത്തെ റോന്റെ നമ്പർ ആണ്, രണ്ടാമത്തത് കോളത്തിന്റെ നമ്പർ ആണ്. അങ്ങനെയെങ്കിൽ ഈ എലമെന്റ് എന്താണ്? A13 എന്ന് പറഞ്ഞാൽ എലമെന്റ് ഇൻ ദ ഫസ്റ്റ് റോ ആൻഡ് തേർഡ് കോളം. സിമിലർലി ഇവിടെയുള്ള എലമെന്റ് സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ് ആയത് കാരണം A21 എന്ന് ഡിനോട്ട് ചെയ്യും. ഇതിനെന്ത് പറയും? സെക്കൻഡ് റോയിലെ സെക്കൻഡ് കോളത്തിലുള്ള എലമെന്റ് ആയത് കാരണം A22 എന്ന് ഡിനോട്ട് ചെയ്യും. അങ്ങനെയെങ്കിൽ ഈ എലമെന്റിനെയോ A23, അടുത്തത് A31, ഇവിടെ A32, ഇവിടെ എന്ത് വരും?
A33. ഇങ്ങനെയാണ് ഒരു മെട്രിക്സിലുള്ള എല്ലാ എലമെന്റ്സിനെയും സാധാരണ ഡിനോട്ട് ചെയ്യാം. അങ്ങനെയെങ്കിൽ ഇതിലുള്ള ഒരു ജനറൽ എലമെന്റ് എങ്ങനെയാണ്? Aij മോഡലുള്ള എലമെന്റ് ആണ് ഇതിലുണ്ടാകുക. Aij എന്ന് പറഞ്ഞാൽ ഏത് എലമെന്റ് ആണ്? എലമെന്റ് ഇൻ ദ ith row and jth column. Aij എന്ന് പറയുമ്പോൾ എലമെന്റ് ഇൻ ദ ith row and jth column. അതായത് Aij ഇവിടെ നമുക്ക് A11 എന്ന് പറയുമ്പോൾ എലമെന്റ് ഇൻ ദ ഫസ്റ്റ് റോ ആൻഡ് സെക്കൻഡ് കോളം, ഫസ്റ്റ് റോ ആൻഡ് ഫസ്റ്റ് കോളം. A31 എന്ന് പറഞ്ഞാലോ എലമെന്റ് ഇൻ ദ തേർഡ് റോ ആൻഡ് ഫസ്റ്റ് കോളം. അതാണ് Aijയുടെ മീനിങ്. ഇങ്ങനെയാണ് സാധാരണ എലമെന്റ്സിനെ റെപ്രസെന്റ് ചെയ്യാറ്. ഇനി ഒരു മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിലുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് എങ്ങനെ കാണാം എന്നുള്ളതാണ് അടുത്ത വിഷയം. ഒരു മെട്രിക്സിലുള്ള നമ്പർ ഓഫ് എലമെന്റ്സ്. ഇതൊരു 3x3 മെട്രിക്സ് അല്ലേ? ഇതൊരു 3x3 മെട്രിക്സ് ആണ്. അങ്ങനെയെങ്കിൽ ഇതിലുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് പിന്നെ മെട്രിക്സ്. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ മെട്രിക്സ്. ഇതൊരു 3x3 മെട്രിക്സ്. ഇതിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 എലമെന്റ്സ് ആണുള്ളത്. ഒരു 3x3 മെട്രിക്സ് ആയപ്പോൾ അതിൽ 9 എലമെന്റ്സ് ആയി. അങ്ങനെയാണെങ്കിൽ ഒരു 2x5 മെട്രിക്സ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? 2x5 മെട്രിക്സിനെ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യാ? പറ. ഇവിടെ ഒരു ബി എന്നുള്ളൊരു മെട്രിക്സ് എടുത്തു, അല്ലെങ്കിൽ എ എന്നുള്ളൊരു മെട്രിക്സ് തന്നെ ആയിക്കോട്ടെ. എ എന്നുള്ളൊരു മെട്രിക്സ് 2x5, 2 റോയും 5 കോളും. അപ്പൊ എങ്ങനെ പറയാം? A11 ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. അങ്ങനെ 5 കോളം ഉണ്ടാവും അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ A12 A13 A14 A15 ഉണ്ടാവും. ഫസ്റ്റ് റോ ഇതെന്താ? ഫസ്റ്റ് റോ ഫിഫ്ത് കോളം. ഇനി അടുത്ത 2 റോയേ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ റോയില് A21 A22 A23 A24 A25. ഇങ്ങനെയാണ് ഇവിടെ 2x5 മെട്രിക്സിനെ സാധാരണ എന്താ ചെയ്യാ? ഡിനോട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെയെങ്കിൽ ഇതിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? ഫസ്റ്റ് റോയിൽ 5, സെക്കൻഡ് റോയിൽ 5, മൊത്തം എത്ര എലമെന്റ്സ് ഉണ്ട്? 10. അത് കാണുമ്പോ തന്നെ പറയാൻ കഴിയൂലേ? 2x5 മെട്രിക്സിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും? 2 into 5 എലമെന്റ്സ് ഉണ്ടാവും. 3x3 മെട്രിക്സിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും? 3 into 3 9 എലമെന്റ്സ് ഉണ്ടാവും. അങ്ങനെയെങ്കിൽ ജനറലി ഞാൻ പറയാണ്, ഒരു m/n മെട്രിക്സിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ m/n മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? mn എലമെന്റ്സ് ഉണ്ടാവുക. നമ്പർ ഓഫ് എലമെന്റ്സ് പിന്നെ m/n മെട്രിക്സ് is equal to mn. m/n മെട്രിക്സിൽ ഉണ്ടാകുന്ന നമ്പർ ഓഫ് എലമെന്റ്സ് mn ആണ്. അപ്പൊ അങ്ങോട്ട് നോക്കടാ, ഞാനൊരു എക്സാമ്പിൾ പറയാണ്. ഒരു നമ്പർ ഓഫ് എലമെന്റ്സ് in a 3x4 മെട്രിക്സ്. ഒരു 3x4 മെട്രിക്സിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്താണ്? 3 into 4 ആൻസർ ബിക്കം 12 എലമെന്റ്സ് ഉണ്ടാവും. അപ്പൊ ഇതാണ് നമ്പർ ഓഫ് എലമെന്റ്സിൽ സാധാരണ മനസ്സിലാക്കാനുള്ളത്. ഇനി ഇതിൽ നിന്ന് തന്നെ വേറൊരു മോഡൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരു ക്വസ്റ്റ്യൻ പറയാണ്, a matrix has 8 elements. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? A matrix has 8 elements. Then what are the possible orders they can have? ഒരു മെട്രിക്സിൽ 8 എലമെന്റ്സ് ഉണ്ടെങ്കിൽ അതിന് ഏതൊക്കെ ഓർഡറുകൾ പോസിബിൾ ആണെന്നാ? എടാ, നമ്പർ ഓഫ് എലമെന്റ്സ് എന്താ? 8. അപ്പൊ നിങ്ങൾ എന്ത് നോക്കിയാൽ മതി എന്നറിയോ? ഏതൊക്കെ 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താലാണ് 8 കിട്ടാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഓർഡറിലുള്ള മെട്രിക്സുകളൊക്കെ ഉണ്ടാവും. ഏതൊക്കെ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താലാണ് 8 കിട്ടുക? 1 into 8 ചെയ്താൽ എന്ത് കിട്ടും? ഒരു
8 ആൻസർ കിട്ടും. അതുകൊണ്ട് അതിന്റെ ഓർഡർ എന്താവാം? ഒരു 1/8 മെട്രിക്സ് ആകാം. അതായത് 1 റോയും 8 കോളംസ് ഉള്ള ഒരു മെട്രിക്സ് ആകാം. അല്ലെങ്കിൽ 8/1 എന്ന് എഴുതാം. അതങ്ങനെ 8 റോയും 1 കോളവും ഉള്ള മെട്രിക്സ് ആകാം. അല്ലെങ്കിൽ 2/4 മെട്രിക്സ് ആകാം. അതായത് 2 റോയും 4 കോളം ഉള്ള മെട്രിക്സ് ആകാം. 2/4 മെട്രിക്സ് ആകാം. അല്ലെങ്കിൽ 4/2 മെട്രിക്സ് ആകാം. 4 റോയും 2 കോളവും ഉള്ള മെട്രിക്സ് ആകാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദ പോസിബിൾ ഓർഡേഴ്സ് ദേ ക്യാൻ ഹാവ് എന്നാ ചോദിച്ചത്. അതിന് ഏതൊക്കെ ഓർഡറുകൾ പോസിബിൾ ആണ്? 1/8 മെട്രിക്സ് ആകാം, 8/1 മെട്രിക്സ് ആകാം, 2/4 മെട്രിക്സ് ആകാം, 4/2 മെട്രിക്സ് ആകാം. വേറെ ഏതെങ്കിലും ഓർഡർ ഇതിന് പോസിബിൾ ആണോ? അല്ല. അപ്പൊ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് ഇതിന് പ്രതീക്ഷിക്കാം. രണ്ടാമത്തെ വേറെ എക്സാമ്പിൾ പറഞ്ഞാൽ എ മെട്രിക്സ് ഹാസ്, വേറെ എക്സാമ്പിൾ 12 elements. A matrix has 12 elements. Then what are the possible orders they can have? ഒരു മെട്രിക്സിൽ 12 elements ഉണ്ടെങ്കിൽ അതിന് ഏതൊക്കെ ഓർഡറുകൾ പോസിബിൾ ആണ് എന്ന ക്വസ്റ്റ്യൻ. ഏതൊക്കെ ഓർഡറുകൾ പോസിബിൾ ആണ്? 12 എന്ന ആൻസർ കിട്ടുന്നത്. ഒന്ന് 1 into 12, അതായത് ഒരു 1/12 മെട്രിക്സ് പോസിബിൾ ആണ്. അടുത്തത് ഒരു 12/1 മെട്രിക്സ് പോസിബിൾ ആണ്. അടുത്തത് ഒരു 3/4 മെട്രിക്സ് പോസിബിൾ ആണ്. അതുപോലെ 4/3 മെട്രിക്സ് പോസിബിൾ ആണ്. അടുത്തതോ 6/2 മെട്രിക്സ് പോസിബിൾ ആണ്. 2/6 മെട്രിക്സും പോസിബിൾ ആണ്. ഇങ്ങനത്തെ 6 പോസിബിൾ ഓർഡേഴ്സ് ഉണ്ടാകും. അതായത് മൾട്ടിപ്ലൈ ചെയ്താൽ 12 കിട്ടും നോക്കിയാൽ മതി. അത്തരം മെട്രിക്സുകൾ മൊത്തം 6 ഉണ്ടാവും. അപ്പൊ ഈ രീതിയിലെ ക്വസ്റ്റ്യൻസ് നമ്പർ ഓഫ് എലമെന്റ്സിന്റെ മെട്രിക്സിൽ നിന്ന് ചോദിക്കാം. നേരത്തെ ഞാൻ ഒരു മെട്രിക്സിനെ A11 A12 അങ്ങനെ ജനറൽ ടേംസ് വെച്ച് എഴുതിയിരുന്നു. അങ്ങനെയെങ്കിൽ ഒരു M/n മെട്രിക്സിനെ എങ്ങനെയാണ് ജനറൽ ടേംസ് വെച്ചിട്ട് എഴുതുക എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. എ എന്നുള്ളൊരു മെട്രിക്സ് ഞാൻ M/n മെട്രിക്സ് എഴുതാണ്. അപ്പൊ എങ്ങനെ വരും? ആദ്യത്തെ എലമെന്റ് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. M/n മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? M റോകൾ ഉണ്ടാകും, n കോളംസ് ഉണ്ടാകും. അത്ര മെട്രിക്സ് ആണ് M/n മെട്രിക്സ്. അപ്പൊ അങ്ങനെയെങ്കിൽ ഇത് A11 ഫസ്റ്റ് എലമെന്റ്, അടുത്ത എലമെന്റ് എന്തായിരിക്കും? A12 ഫസ്റ്റ് റോ ആൻഡ് സെക്കൻഡ് കോളം. അടുത്തതോ A13, പിന്നെ A14 എക്സെട്ര. ലാസ്റ്റ് എന്തായിരിക്കും? A1n, കാരണം n കോളംസ് ആണ് ഉള്ളതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് റോയിലേക്ക് വന്നാൽ A21 A22 A23 A24 അങ്ങനെ പോയി ലാസ്റ്റ് A2n. ഇതുപോലെ തേർഡ് റോ A31 A32 A33 A34 എക്സെട്ര ഏത് വരെ ഉണ്ടാവും? A3n ഉണ്ടാവും. അങ്ങനെയെങ്കിൽ ലാസ്റ്റ് ഇങ്ങനെ 3 4 അങ്ങനെ m റോസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് റോ എങ്ങനെ വരിക? AM1 AM2 AM3 AM4 എക്സെട്ര ലാസ്റ്റ് എലമെന്റ് എന്തായിരിക്കും? Mn. അപ്പൊ അങ്ങനെയാണ് ജനറലി ഒരു M/n മെട്രിക്സിനെ നാം എഴുതുക. അങ്ങനെയെങ്കിൽ ഇതിലുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് എന്തായിരിക്കും? നമ്പർ ഓഫ് എലമെന്റ്സ് ഈസ് ഈക്വൽ ടു m. ഇതാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി ഇതിലുള്ള ഒരു ജനറൽ ടേം എങ്ങനെ വരിക? ഇതിലുള്ള ജനറൽ ടേം Aij. Aij എന്ന് പറയുമ്പോൾ എന്താ? ith റോ ആൻഡ് jth കോളം. അങ്ങനെയെങ്കിൽ ഈ മെട്രിക്സിനെ ഇങ്ങനെ ഒരു ഡിനോട്ടേഷൻ ഉണ്ട്. അതായത് ഇത് മുഴുവനായിട്ട് എഴുതുന്നതിന് പകരം ഇങ്ങനെ Aij എന്നുള്ള ജനറൽ ടേം എഴുതാം. എന്നിട്ട് അതിനെ മെട്രിക്സ്, ഈ മെട്രിക്സിന്റെ സിംബൽ എഴുതാം. മെട്രിക്സ് Aij ഓഫ് ഓർഡർ M/n. ഇതിന്റെ അടിയിൽ M/n എന്നാണ്ട് എഴുതി കൊടുത്താൽ ഇതിന്റെ അതേ മീനിങ് തന്നെയാണ് അതിനുള്ളത്. മെട്രിക്സ് Aij ഓഫ് ഓർഡർ M/n എന്നാണ് അതിന് വായിക്കുക. ഇങ്ങനെയും ഒരു മെട്രിക്സിനെ. അടുത്ത മെട്രിക്സില് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് കൺസ്ട്രക്ഷൻ ഓഫ് എ മെട്രിക്സ്. കൺസ്ട്രക്ഷൻ ടോപ്പിക് ആയിട്ടല്ല, അതായത് ഒരു മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് സാധാരണ ഇതിൽ ചോദിക്കും. അതില് ഒരു സ്റ്റേറ്റ് സിലബസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ 2010 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നത്. Construct a 3/2 matrix whose elements are given by Aij is equal to 2i minus j. ഒരു 3/2 മെട്രിക്സ് ഫോം ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ 3/2 മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? 3 റോയും 2 കോളംസ് ഉള്ള മെട്രിക്സ്. പക്ഷെ അതിലുള്ള Aijയുടെ പ്രത്യേകത എന്താ? അത് 2i minus j ആകണമെന്നാ പറയുന്നത്. വളരെ സിമ്പിൾ ആയി ചെയ്യാൻ പറ്റും. ആദ്യം ഞാൻ ജനറലി അതിനൊന്ന് എഴുതാണ്. ഒരു 3/2 മെട്രിക്സ് എന്ന് പറയുമ്പോൾ 3 റോയും 2 കോളവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ എലമെന്റ്സ് എന്താണ് ഉണ്ടാവുക? A11 A12. ഇനി A13 ഉണ്ടാവുമോ? ഇല്ല. കാരണം എന്താ? 2 കോളേ ഉള്ളൂ. അതുകൊണ്ട് 2 കോളം A12 നിർത്തണം. ഇനി അടുത്ത റോ A21 പിന്നെ A22. അടുത്തത്
A31 A32 ഇതാണ് മെട്രിക്സ്. ഇങ്ങനെ ഒരു മെട്രിക്സ് എങ്ങനെ ഫോം ചെയ്യാന്നുള്ള ആവശ്യം. എടാ നമ്മളോട് പറയുന്നുണ്ട് Aij എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? 2i മൈനസ് ജെ. ഇവിടെ ഉള്ള ഐനെ 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിന് എന്ത് ഓർക്കണം? ജെനെ മൈനസ് ചെയ്യണമെന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ A11 എന്താ വരിക? 2 into 1 minus 1 അല്ലേ? അതായത് 2i മൈനസ് ജെ മോഡലാണ് ഇതിൽ എല്ലാ ആൾക്കാരും ഉണ്ടാകുക. അങ്ങനെയാണെങ്കിൽ 2 into 1 minus 1 ആൻസർ എന്ത് കിട്ടും? 2 minus 1 1 കിട്ടും. അങ്ങനെയെങ്കിൽ ഇവിടെ ആ A11 പകരം നിങ്ങൾ 1 കൊടുക്കുക. ഇനി അടുത്ത് A12 പകരം A12 എങ്ങനെയാ വരിക? A12 എന്ന് പറയുമ്പോൾ 2 into 1 minus 2 which is equal to 0 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് പകരം 0 കൊടുക്കുക. ഇനി ഇതിന് പകരം A21 എങ്ങനെയാ വരിക? അതായത് 2 into 2 minus 1. A22 എന്താ വരിക? 2 into 2 minus 2. അടുത്തത് A31 എന്താ വരിക? 2 into 3 minus 1. A32 2 into 3 minus 2. ഇങ്ങനെയാണ് ആ മെട്രിക്സ് വരിക. അങ്ങനെയെങ്കിൽ ഇതിലുള്ള എലമെന്റ്സ് ആരൊക്കെ വരും? മെട്രിക്സ് 1 0. ഇവിടെ 4 minus 1 എന്താ? 3. 4 minus 2 എന്താ? 2. അടുത്തത് 6 minus 1 5. 6 minus 2 എന്ന് പറഞ്ഞാൽ 4. ഇങ്ങനെയാണ് ആ മെട്രിക്സിന്റെ കൺസ്ട്രക്ഷൻ. സിമ്പിൾ ആയിട്ട് ചെയ്യാം. വേറെ ക്വസ്റ്റ്യൻ പറഞ്ഞാല് കൺസ്ട്രക്ട്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതാം. കൺസ്ട്രക്ട് a 3/3 matrix. Construct a 3/3 matrix whose elements are given by Aij is equal to I plus j whole square by 2. ഇതാണ് ഇതിലുള്ള എലമെന്റ്സിന്റെ പ്രത്യേകത. എല്ലാവരും ആ വീഡിയോ ഒന്ന് പോസ്റ്റ് ആക്കിയിട്ട് സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്ക്. ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത് 3/3 മെട്രിക്സ് ആണ് അല്ലെ. 3/3 മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? 3 റോയും 3 കോളും. അപ്പൊ അതിലുള്ള എലമെന്റ്സ് എന്തായിരിക്കും? A11 A12 A13 A21 A22 A23 A31 A32 A33 ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവും. അങ്ങനെയെങ്കിൽ Aij പണി ഇവിടെ പറഞ്ഞു I plus j whole square by 2. അങ്ങനെയാണെങ്കിൽ ഇവിടെ A11 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പറ. A11 എന്ന് പറഞ്ഞാൽ I plus j whole square ആണ്. അതായത് 1 plus 1 whole square by 2 എന്നല്ലേ വരിക. അതുപോലെ A12 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 plus 2 whole square by 2 എന്ന് വരും. അതുപോലെ A13 എന്ന് പറഞ്ഞാലോ അത് 1 plus 3 whole square by 2. ഇനി A21 എന്താ? 2 plus 1 whole square by 2. അതുപോലെ A22 എന്ന് പറയുമ്പോൾ 2 plus 2 whole square by 2. അടുത്തത് A23 എന്ന് പറഞ്ഞാലോ 2 plus 3 whole square by 2. അടുത്തത് A31 3 plus 1 whole square by 2. അടുത്തത് 3 plus 2 A32 എന്ന് പറഞ്ഞാൽ 3 plus 2 whole square by 2. ലാസ്റ്റ് എലമെന്റ് 3 plus 3 whole square by 2. ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എലമെന്റ് 1 plus 1 എന്ന് പറയുമ്പോൾ 2. 2ന്റെ സ്ക്വയർ 4. 4/2 എന്നാ? ഇവിടെ 2 എന്ന് വരും. അടുത്ത ഇവിടെ 1 plus 2 എന്ന് പറയുമ്പോൾ 3. 3ന്റെ സ്ക്വയർ എന്താ? 9. 9/2 അല്ലേ ഈ എലമെന്റ് വരും. അതുപോലെ 1 plus 3 എന്ന് പറയുമ്പോൾ 4. 4ന്റെ സ്ക്വയർ 16. 16/2 എന്ന് പറയുമ്പോൾ 8. അതുപോലെ 3 plus 1ന്റെ ഹോൾ സ്ക്വയർ 9/2 എന്ന് വരും. ഇവിടെ 9/2. അടുത്ത എലമെന്റ് എന്താ? ഇവിടെ 4ന്റെ സ്ക്വയർ 16/2 8 വരും. അടുത്ത ഇവിടെ എന്ത് വരും? 5 സ്ക്വയർ ആണ്. അപ്പൊ 25/2 എന്ന് വരും. ഇവിടെ 4ന്റെ സ്ക്വയർ 16/2 എന്ന് പറയുമ്പോൾ 8. അടുത്ത ഇവിടെ 5ന്റെ സ്ക്വയർ 25. 25/2 എന്ന് വരും. ലാസ്റ്റ് എലമെന്റ് എന്താ? 3 plus 3 എന്ന് പറയുമ്പോൾ 9. 3 plus 3 എന്ന് പറയുമ്പോൾ 6. 6ന്റെ സ്ക്വയർ എന്താ? 36. 36/2. ആൻസർ ബിക്കം 18. അപ്പൊ ഇതാണ് ആ 3/3 മാട്രിക്സ്. സിമ്പിൾ ആയി ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനത്തെ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൽ പ്രതീക്ഷിക്കാം. ഇനി വേറെ ഒരു തേർഡ് ക്വസ്റ്റ്യനും കൂടി ചെയ്തിട്ട് ആ കൺസ്ട്രക്ഷൻ ഓഫ് എ മാട്രിക്സ് എന്നുള്ള ടോപ്പിക് കണ്ട് അവസാനിപ്പിക്കാം. അടുത്ത് പറയുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. കൺസ്ട്രക്ട് എ 3/2 മാട്രിക്സ് അല്ലെങ്കിൽ കൺസ്ട്രക്ട് എ 2/3 മാട്രിക്സ്.
whose elements are given by aij is equal to 1/2 into അല്ലെങ്കിൽ aij is equal to modulus of 2i minus 3j. ഇങ്ങനെയാണ് മോഡുലസ് ഓഫ് 2i minus 3j. ഇതാണ് ഇതിലുള്ള എലമെന്റ്സ്. അങ്ങനെയെങ്കിൽ ഒരു 2/3 മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. വീഡിയോ പോസ് ചെയ്യാം, സ്വന്തമായിട്ട് ചെയ്യാം. അപ്പൊ അത് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ 2/3 മെട്രിക്സ് ആണ്. 2 റോയും 3 കോളവും. അപ്പൊ ഏതാ a11 a12 a13 a21 a22 a23 ഈ രീതിയിൽ വരും. ഇനി ഇതിൽ ചെയ്യേണ്ട എന്താ? മോഡുലസ് ഓഫ് 2i minus 3j. അപ്പൊ എന്ത് വരും? മോഡുലസ് ഓഫ് 2 into 1 minus 3 into 1. അടുത്ത എലമെന്റ് എന്താ? a12 ഇങ്ങനെ വരിക മോഡുലസ് ഓഫ് 2 into 1 minus 3 into 2. അടുത്തത് a13 എന്താ വരിക? 2 into 1 minus 3 into 3. ഇനി അടുത്ത എലമെന്റ് a21 ആണ്. ദാറ്റ് ഈസ് 2 into 2 minus 3 into 1. അടുത്തത് 2 into 2 minus 3 into 2. Last one 2 into 2 minus 3 into 3. ഇതാണ് ഇതിലുള്ള എലമെന്റ്സ് ഉണ്ടാകുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്ത് വരടാ? 2 minus 3 minus 1 ആ. മോഡുലസ് ഓഫ് -1 എന്താ? അത് 1. അടുത്തവിടെ 2 minus 6 minus 5. പക്ഷെ മോഡുലസ് ഓഫ് -5 5 ആണ്. ഇവിടെ 2 minus 6 എന്ന് പറയുമ്പോൾ അത് -4 ആണ്. മോഡുലസ് ഓഫ് -4 become 4. Next one 4 minus 3 become 1 and 4 minus 6 minus 2 modulus of -2 become 2. Last element 4 minus 9 become -5. That is modulus of -5 എന്താ? 5. ഇതാണ് ഇതിലുള്ള എലമെന്റ്സ്. ഇത്രയും കാര്യങ്ങളാണ് കൺസ്ട്രക്ഷൻ ഓഫ് എ മെട്രിക്സിൽ മനസ്സിലാക്കാനുള്ളത്. ഇതിലുള്ള ടോപ്പിക്കുകളാണ് ടൈപ്സ് ഓഫ് മെട്രിക്സസ്. അതോടുകൂടി ഒരു മെട്രിക്സ് എന്താണെന്നുള്ള ചെറിയ ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി ഇതിലുള്ള ടൈപ്സ് ഓഫ് മെട്രിക്സുകളെ കുറിച്ചാണ് പറയാനുള്ളത്. ടൈപ്സ് ഓഫ് മെട്രിക്സസ്. ടൈപ്സ് ഓഫ് മെട്രിക്സിന് ആകെ ഒരു 9 ടൈപ്പ് മെട്രിക്സുകളെ കുറിച്ച് മനസ്സിലാക്കാനുള്ളൂ. അതിൽ ആദ്യം പറയുന്ന ടൈപ്പ് റോ മെട്രിക്സ് ആണ്. റോ മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഒരു മെട്രിക്സിന് സാധാരണ ഒരു m റോസ് ഉണ്ടാവും, n കോളംസ് ഉണ്ടാവും. ഒരു m/n മെട്രിക്സ് കൺസിഡർ ചെയ്യാം. ജനറലി നിങ്ങളുടെ മനസ്സിൽ എന്തുണ്ടായിക്കോട്ടെ? m/n മെട്രിക്സ് ഉണ്ടായിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ റോ മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഒറ്റ റോ മാത്രമേ ഉണ്ടാവുള്ളൂ. കോളംസ് ഒരുപാട് ഉണ്ടാവും, റോ ഒന്നേ ഉണ്ടാവുള്ളൂ. നമ്പർ ഓഫ് റോസ് m അല്ലേ? ആ m-ന്റെ വാല്യൂ 1 ആണെങ്കിൽ അത്തരം മെട്രിക്സിനെ പറയുന്ന പേരാണ് റോ മെട്രിക്സ്. അപ്പൊ നമ്പർ ഓഫ് റോസ് ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ അതിനെ റോ മെട്രിക്സ് എന്ന് പറയും. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മെട്രിക്സ് 1 5 7 ഇതൊരു റോ മെട്രിക്സ് ആണ്. ഇതിന്റെ ഓർഡർ എന്താണ് വരിക? ഒരു റോ 3 കോളം 1/3 മെട്രിക്സ് ആണ്. കണ്ടോ? m-ന്റെ വാല്യൂ എന്താ? 1. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ റോ മെട്രിക്സ് ഓഫ് -1 7 2 3. ഇതിന്റെ ഓർഡർ എന്താ? ഒരു റോയും 4 കോളവും, അതായത് ഒരു 1/4 മെട്രിക്സ് ആണ്. ഇതാണ് റോ മെട്രിക്സ്. അതിന്റെ പേര് കേൾക്കുന്ന സമയത്ത് തന്നെ അറിയാം, ഒരൊറ്റ സിംഗിൾ റോ മാത്രമുള്ള മെട്രിക്സിനെ പറയുന്ന പേരാണ് റോ മെട്രിക്സ്. അപ്പൊ അടുത്ത ടൈപ്പ് ഞാൻ എന്താ പറയാൻ പോകുന്നത് നിങ്ങളുടെ മനസ്സിലുണ്ട്. കോളം മെട്രിക്സ്. കോളം മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരൊറ്റ സിംഗിൾ കോളം മാത്രമുള്ള മെട്രിക്സിനെ പറയുന്ന പേരാണ് കോളം മെട്രിക്സ്. എടാ m/n ൽ n അല്ലേ നമ്പർ ഓഫ് കോളംസ്? അപ്പൊ ആ നമ്പർ ഓഫ് കോളംസ് 1 ആണെങ്കിൽ n = 1 ആണെങ്കിൽ അത്തരം മെട്രിക്സിനെ പറയുന്ന പേരാണ് കോളം മെട്രിക്സ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മെട്രിക്സ് 2 3 ഇതൊരു കോളം മെട്രിക്സ് ആണ്. ഇതിന്റെ ഓർഡർ എന്താ? 2 റോ 1 കോളം 2/1 മെട്രിക്സ് ആണ്. വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെട്രിക്സ് 3 5 7 ഇതും ഒരു കോളം മെട്രിക്സ് ആണ്. ഒരു കോളേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഓർഡർ എന്താ? 3 റോ ഉണ്ട്. അപ്പൊ 3/1 ഒരു 3/1 മെട്രിക്സ് ആണ്. ഇതാണ് കോളം മെട്രിക്സ്. ഇനി ഇതിൽ പഠിക്കാനുള്ള ഒരു മൂന്നാമത്തെ ടൈപ്പ് ആണ് സ്ക്വയർ മെട്രിക്സ്. ഈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സാധാരണ എന്താണ്? സ്ക്വയർ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ലെങ്ത്തും ബ്രെഡ്ത്തും ഈക്വൽ ആയ റെക്ടാങ്കിളിനല്ലേ നിങ്ങൾ സ്ക്വയർ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ സ്ക്വയർ മെട്രിക്സ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആകുക, അതായത് m = n. ഇത്തരം മെട്രിക്സിനെ പറയുന്ന പേരാണ് സ്ക്വയർ മെട്രിക്സ്. അങ്ങനെയെങ്കിൽ
ഒരു എക്സാമ്പിൾ ഞാൻ കൺസിഡർ ചെയ്യുന്നു. എ എന്നുള്ളൊരു മെട്രിക്സ്, അത് 2 5 3 -1. ഇതെന്താണ്? ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. കാരണം ഇതിന്റെ ഓർഡർ എന്താണ്? 2/2 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സാധാരണ നമ്മളൊരു ഓർഡർ പറയുമ്പോൾ m/n മെട്രിക്സ്, 2/3 മെട്രിക്സ്, 3/5 മെട്രിക്സ് അങ്ങനെ പറയും. നേരെ മറിച്ച് ഒരു സ്ക്വയർ മെട്രിക്സ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആകൂലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന് എത്ര മെട്രിക്സിനെ വേണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞാലും മതി. സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 2. 2/2 എന്ന് പറയേണ്ട ആവശ്യമില്ല. എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 2 എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു 2/2 മെട്രിക്സ് ആണ്. വേറെ എക്സാമ്പിൾ ഞാൻ കൺസിഡർ ചെയ്തു. ബി എന്നുള്ള ഒരു മെട്രിക്സ് കൺസിഡർ ചെയ്തു. 5 -1 0 3 2 7 5 3 1. അങ്ങനെയാണെങ്കിൽ ഇതിൽ 3 റോസ് ഉണ്ട്, 3 കോളംസ് ഉണ്ട്. അങ്ങനെയെങ്കിൽ ഇതിന്റെ ഓർഡർ എന്താ? ഒരു 3/3 മെട്രിക്സ് ആണ്. അല്ലെങ്കിൽ ഇതിനെ എന്ത് പറയാം? എ മെട്രിക്സ് ഓഫ് ഓർഡർ, അതേപോലെ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 3 എന്ന് പറയാം. കാരണം ഇതൊരു 3/3 മെട്രിക്സ് ആണ്. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് സ്ക്വയർ മെട്രിക്സിലാകെ മനസ്സിലാക്കാനുള്ളത്. ജസ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. അടുത്തതിലുള്ള നാലാമത്തെ ടൈപ്പാണ് ഡയഗണൽ മെട്രിക്സ് എന്ന് പറയും. ഡയഗണൽ മെട്രിക്സ്. ഒരു ഡയഗണൽ മെട്രിക്സ് പറയുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഡയഗണൽ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഇപ്പോ ഈ കേസിൽ ഇത് 3/3 മെട്രിക്സ് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ 5 2 1 ഉണ്ടല്ലോ, ഇതിനാണ് ഡയഗണൽ എന്ന് പറയുന്നത്. രണ്ട് ഡയഗണൽ ഉണ്ട് ശരിക്കും. ഇതിനെ പറയുന്ന പേരാണ് മെയിൻ ഡയഗണൽ എന്ന് പറയുന്നത്. മെയിൻ ഡയഗണൽ. അങ്ങനെയെങ്കിൽ ഈ മെട്രിക്സ് ഉണ്ടോ, ഈ ഒരു ഡയഗണൽ, ഈ ഡയഗണലിന് പറയുന്ന പേരാണ് ഓഫ് ഡയഗണൽ എന്ന് പറയുന്നത്. അപ്പൊ ഒരു മെട്രിക്സിന് അല്ലെങ്കിൽ ഒരു സ്ക്വയർ മെട്രിക്സിന് എത്ര ഡയഗണൽ ഉണ്ടാവും? മെയിൻ ഡയഗണൽ ഉണ്ടാവും, ഓഫ് ഡയഗണൽ ഉണ്ടാവും. ഇനി ആരെങ്കിലും വെറുതെ ഡയഗണൽ എന്ന് മാത്രം പറയുകയാണെങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് ഈ മെയിൻ ഡയഗണൽ ആണ്. അപ്പൊ ആരെങ്കിലും ഒരു മെട്രിക്സിന്റെ ഡയഗണൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയണം? അത് മെയിൻ ഡയഗണൽ ആണെന്ന് മനസ്സിലാക്കണം. ഓഫ് ഡയഗണൽ ആണെങ്കിൽ സ്പെസിഫൈ ചെയ്ത് പറയും ഓഫ് ഡയഗണൽ എന്ന്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡയഗണൽ മെട്രിക്സിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? എ സ്ക്വയർ മെട്രിക്സ് ഹൂസ് നോൺ ഡയഗണൽ എലമെന്റ്സ് ആർ 0. അതായത് ഡയഗണൽ എലമെന്റ്സ് ഇതല്ലേ? അപ്പൊ ഡയഗണൽ എലമെന്റ്സ് അല്ലാത്ത, ഞാൻ ഡയഗണൽ മാത്രം പറഞ്ഞാൽ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയെങ്കിൽ നോൺ ഡയഗണൽ എലമെന്റ്സ് ആർ 0, ഡയഗണൽ അല്ലാത്ത എല്ലാ എലമെന്റ്സും 0 ആയ സ്ക്വയർ മെട്രിക്സിനെ പറയുന്ന പേരാണ് ഡയഗണൽ. പിന്നെ ഒരു സ്ക്വയർ മെട്രിക്സിനെ പറയുന്ന പേരാണ് ഡയഗണൽ മെട്രിക്സ്. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ എങ്ങനെ ചെയ്താ? എ സ്ക്വയർ മെട്രിക്സ് whose non-diagonal elements are 0. Whose non-diagonal elements are 0. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 5 0 0 0 7 0 0 0 -2. കണ്ടോ? ഇതൊരു ഡയഗണൽ മെട്രിക്സ് ആണ്. അതായത് ഇതിന്റെ ഡയഗണൽ എലമെന്റ്സ് മാത്രമേ 0 അല്ലാത്തുള്ളൂ, ബാക്കിയുള്ള എല്ലാ ആൾക്കാരും എന്താണ്? 0 ആണ്. അപ്പൊ ഒരു സ്ക്വയർ മെട്രിക്സ് തന്നെയാണ് ഡയഗണൽ മെട്രിക്സ്, പക്ഷെ നോൺ ഡയഗണൽ എലമെന്റ്സ് 0 ആണ്. ഈ ഡയഗണൽ മെട്രിക്സിനെ തന്നെ ഇങ്ങനെ ഡിനോട്ടേഷൻ ഉണ്ട്. ഡയഗണലിന്റെ DIAG എന്ന് എഴുതാം, എന്നിട്ട് ഒരു ബ്രാക്കറ്റ് ഇടുക, എന്നിട്ട് ആ എലമെന്റ്സിനെ കോമട്ട് ചെയ്യുക. 5 7 -2. അതാണ് ഡയഗണൽ മെട്രിക്സ് ഓഫ് ഡയഗണൽ എലമെന്റ്സ് ആർ 5 7 -2. ഈ രീതിയിൽ എഴുതാം. ഇതിന്റെ മീനിങ് എന്തെന്നെയാണ്? അപ്പൊ അങ്ങനെയെങ്കിൽ വേറെ ഡയഗണൽ എലമെന്റ്സ് കൺസിഡർ ചെയ്തു, ഡയഗണൽ മെട്രിക്സ് കൺസിഡർ ചെയ്തു. 7 0 0 1, ഇതും ഒരു ഡയഗണൽ മെട്രിക്സ് ആണ് ഓഫ് ഓർഡർ 2. അപ്പൊ അങ്ങനെയെങ്കിൽ ഇതിനെങ്ങനെ എഴുതാം? ഡയഗണൽ മെട്രിക്സ് ഓഫ് whose diagonal elements are given by 7 1. ഇതാണ് ഡയഗണൽ മെട്രിക്സ് കണ്ടെയ്നിങ് 7 1. ഈ രീതിയിൽ എന്ത് ചെയ്യാം? എഴുതാം. ഇതാണ് ഡയഗണൽ മെട്രിക്സ്. അപ്പൊ സ്ക്വയർ മെട്രിക്സിന്റെ ഒരു സ്പെഷ്യൽ കേസാണ് ഡയഗണൽ മെട്രിക്സ്. ഇനി ഈ ഡയഗണൽ മെട്രിക്സിലെ ഈ ഡയഗണൽ എലമെന്റ്സ് കണ്ടോ? ഈ ഡയഗണൽ എലമെന്റ്സ് ഒക്കെ ഈക്വൽ ആവുകയാണെന്നുണ്ടെങ്കിൽ അത്തരം മെട്രിക്സിനെ പറയുന്ന പേരാണ് സ്കേലാർ മെട്രിക്സ്. അപ്പൊ ഇതിലെ 5th ടൈപ്പ് മനസ്സിലാക്കാനുള്ളത് സ്കേലാർ മെട്രിക്സ് ആണ്. സ്കേലാർ മെട്രിക്സ്. സ്കേലാർ മെട്രിക്സ് പറയുന്നത്
a diagonal matrix whose non-diagonal elements are 0. Whose diagonal matrix, a diagonal matrix എന്നാല് അതിന്റെ നോൺ ഡയഗണൽ എലമെന്റ്സ് 0 ആണ്. A diagonal matrix whose diagonal elements are equal, അതല്ലേ പറഞ്ഞത്, are equal. A diagonal matrix whose diagonal elements are equal. For example ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ മാട്രിക്സ് 5 0 0 0 5 0 0 0 5 ഇതൊരു സ്കേലാർ മെട്രിക്സ് ആണ്. കാരണം ഡയഗണൽ മെട്രിക്സ് ആണ്, അതിന്റെ ഡയഗണൽ എലമെന്റ്സ് ഒക്കെ എന്താ ഈക്വൽ ആണ്. ഇതാണ് സ്കേലാർ മെട്രിക്സ്. ഇനി അടുത്തത് ഈ സ്കേലാർ മെട്രിക്സിൽ പെട്ട ഒരു സ്പെഷ്യൽ കേസ് ആണ് ഐഡന്റിറ്റി മെട്രിക്സ്. അതായത് ഇതെല്ലാതും ഈക്വൽ ആണെന്ന് പറഞ്ഞില്ലേ, ആ ഈക്വൽ ആയ നമ്പർ 1 ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അത്തരം മെട്രിക്സിനെ പറയുന്ന പേരാണ് ഐഡന്റിറ്റി മെട്രിക്സ്. അപ്പൊ ഐഡന്റിറ്റി മെട്രിക്സ് പറയുന്നത് എങ്ങനെയാണ്? 6-1 ഐഡന്റിറ്റി മെട്രിക്സ്. ഐഡന്റിറ്റി മെട്രിക്സ് അതിനെ ഡിനോട്ട് ചെയ്യല് ഐ എന്നാണ്. ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയുമ്പോൾ സ്കേലാർ മെട്രിക്സ് ഹൂസ് ഡയഗണൽ എലമെന്റ്സ് ആർ 1. അപ്പൊ ഈ അല്ലെങ്കിൽ ഡയഗണൽ മെട്രിക്സ് ഹൂസ് ഡയഗണൽ എലമെന്റ്സ് ആർ 1 അതിനെ പറയുന്ന പേരാണ് ഐഡന്റിറ്റി മെട്രിക്സ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 0 0 1 ഇതൊരു ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. അല്ലെങ്കിൽ 1 0 0 0 1 0 0 0 1 ഇതും ഒരു ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. അങ്ങനെയെങ്കിൽ രണ്ടിനെയും ഐനെ ഡിനോട്ട് ചെയ്യാം, ഇതിനെ ഐനെ ഡിനോട്ട് ചെയ്യാം, ഇതിനെയും ഐ ഡിനോട്ട് ചെയ്യാം. ഇനി ഒന്നും കൂടി സ്പെസിഫൈ ചെയ്തിട്ട് ഇതൊരു ഐഡന്റിറ്റി മെട്രിക്സ് ആണ്, ഇതിന്റെ ഓർഡർ എന്താണ്? 2 ആണ്. അപ്പൊ ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 2 എന്ന് കാണിക്കാൻ വേണ്ടിട്ട് I2 എന്ന് ഡിനോട്ട് ചെയ്യാറുണ്ട്. ഇതിനെ ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 3 എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് I3 എന്ന് ഡിനോട്ട് ചെയ്യാറുണ്ട്. ഇതിനെ പറയുന്ന പേരാണ് ഐഡന്റിറ്റി മെട്രിക്സ്. ഈ മെട്രിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സ്ക്വയർ മെട്രിക്സ് പോലെയല്ല, ഇത് എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു മെട്രിക്സ് ആണ് ഐഡന്റിറ്റി മെട്രിക്സ്. ഇനി അടുത്തതിൽ പഠിക്കാനുള്ള വേറെ ടൈപ്പ് മെട്രിക്സ് ആണ് 7th ടൈപ്പ്, സീറോ മെട്രിക്സ്. സീറോ മെട്രിക്സ് എന്ന് പറഞ്ഞാല് എല്ലാ എലമെന്റ്സും 0 ആണെന്നുണ്ടെങ്കിൽ അതിന് സീറോ മെട്രിക്സ് എന്ന് പറയും. സീറോ മെട്രിക്സ് അല്ലെങ്കിൽ നൾ മെട്രിക്സ് എന്ന് പറയും. നൾ മെട്രിക്സ് അതിന്റെ ഡെഫിനിഷൻ എന്താണ്? ഓൾ എലമെന്റ്സ് ആർ 0. ഇതിനെ സാധാരണ ഡിനോട്ട് ചെയ്യൽ ഓ വെച്ചിട്ടാണ്. ജനറലി ഡിനോട്ടഡ് ബൈ, ചിലവരതിന് 0 എന്നും വായിക്കിട്ടോ, പക്ഷെ ശരിക്കും അത് ഓ ആണ്. കാരണം എന്താണ്? മെട്രിക്സിനെ ഡിനോട്ട് ചെയ്ത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ്, അതുകൊണ്ട് ഓ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി 0 എന്ന് വായിച്ചാലും തെറ്റൊന്നുമില്ല, ചിലവർ അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സീറോ മെട്രിക്സ് 0 0 0 0 ഇതൊരു സീറോ മെട്രിക്സ് ആണ്. ഇനി അടുത്ത വേറെ സീറോ മെട്രിക്സ് 0 0 0 0 0 0 ഇതും ഒരു സീറോ മെട്രിക്സ് ആണ്. അപ്പൊ എല്ലാ എലമെന്റ്സും 0 ആയ മെട്രിക്സിനെ പറയുന്ന പേരാണ് സീറോ മെട്രിക്സ് അല്ലെങ്കിൽ നൾ മെട്രിക്സ്. ഇതില് ഇനി അടുത്തത് 9th ടൈപ്പ് മെട്രിക്സ് ആണ്, ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയും. അപ്പൊ ജസ്റ്റ് ഇതൊക്കെ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് upper triangular matrix. അതിന്റെ ഡെഫിനിഷൻ ആണെങ്കിൽ എഴുതിക്കോളൂ. A square matrix whose lower triangular elements are 0. എന്താണ്? A square matrix whose lower triangular elements are 0. ഒരു എക്സാമ്പിൾ പറഞ്ഞ 5 3 2 0 7 8 0 0 5. ഇതിലെ ഡയഗണൽ എലമെന്റ്സ് ഏതാണ്? ഇതല്ലേ, ഇതാണ് ഇതിന്റെ ഡയഗണൽ എലമെന്റ്സ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതാണ് അപ്പർ ട്രയാങ്കിൾ. ലോവർ ട്രയാങ്കുലർ എലമെന്റ്സ് എന്താണ്? 0 ആണ്. അപ്പൊ ഈ മെട്രിക്സ് ഹൂസ് ലോവർ ട്രയാങ്കുലർ എലമെന്റ്സ് 0 ആയ മെട്രിക്സിനെ പറയുന്ന പേരാണ് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്. വേറെ 2x2 മെട്രിക്സ് ആണ് ചെയ്താൽ എങ്ങനെ വരും? 6 7 0 3
ഇതൊരു ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് കണ്ടോ. ഈ ഡയഗണൽ എലമെന്റ്സിന് മുകളിലുള്ളവര് സീറോ അല്ല, അടിയിലുള്ളവരൊക്കെ എന്താണ്, സീറോ ആണ്. ഇതും ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. ഇനി ഇതിൽ പഠിക്കാനുള്ള ലാസ്റ്റ് ഒരു ടൈപ്പ് ഉണ്ട്, അത് നിങ്ങളുടെ മനസ്സിലുണ്ട്. അതെന്തായിരിക്കും, ലോവർ ട്രയാങ്കുലർ മെട്രിക്സ്. അപ്പൊ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് എന്താണ്, അതിന്റെ അപ്പർ ട്രയാങ്കുലർ പോർഷൻസ് ഫുൾ എന്തായിരിക്കും, സീറോ ആയിരിക്കും. അതാണ് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ്. ലാസ്റ്റ് വൺ, ലോവർ ട്രയാങ്കുലർ മെട്രിക്സ്. അത് ഡെഫിനിഷൻ വേണമെങ്കിൽ എഴുതിക്കോ, a square matrix whose upper triangular elements are zero. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എ എന്നുള്ളൊരു മെട്രിക്സ് കൺസിഡർ ചെയ്തു. 5 0 0 -2 3 0 7 5 2 ഉണ്ടോ. ഇതിലുള്ള ഡയഗണൽ എലമെന്റ്സ് ഇതാണ്. ലോവർ ട്രയാങ്കുലർ എലമെന്റ്സ് സീറോ അല്ല, അപ്പർ ട്രയാങ്കുലർ എലമെന്റ്സ് ഒക്കെ സീറോ ആണെന്നുണ്ടെങ്കിൽ അത്തരം മെട്രിക്സിനെ പറയുന്ന പേരാണ് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ്. ഇനി വേണമെങ്കിൽ ഈ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിനും ലോവർ ട്രയാങ്കുലർ മെട്രിക്സിനും നമ്മൾ വേർഡില് ഒന്ന് അതിന്റെ ഡെഫിനിഷൻ പറഞ്ഞു. ഇനി സിംബോളിക്കലി അതിനെങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന് നോക്കാം. അതായത് ഞാൻ പറയാണ്, ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ aij is equal to 0 for all I greater than or equal to j. അങ്ങനെ പറയാം, aij is equal to 0, എല്ലാ aijകളും 0 ആണ്. ഏതൊക്കെ, ഫോർ ഓൾ I greater than j. നമ്പർ ഓഫ് റോ, അതായത് I greater than j എന്ന് പറയുമ്പോ എന്താ, ഇവിടെ നോക്ക്, I greater than j, ഇവിടെ ഉള്ള ഈ ഡയഗണൽ എലമെന്റ്സ് ഒക്കെ എന്തായിരിക്കും, a11 a22 a33. ഐയും ജെയും ഈക്വൽ ആവുന്ന എലമെന്റ്സ് ആയിരിക്കും ഇവിടെ ഉണ്ടാകുക. ഇനി ഇവിടേക്കാണ് കടന്നാലോ, a12, അതായത് ഏതാ കൂടുതൽ, 1 2, രണ്ടാമത്തെ എലമെന്റ് കോളത്തിന് കറസ്പോണ്ടിങ് ആയ നമ്പർ അല്ലേ കൂടുതൽ, അതായത് കോളത്തിന് കറസ്പോണ്ടിങ് ആയ നമ്പർ ആണ് കൂടുതൽ. അപ്പൊ ഇത് സീറോ അല്ല. ഇനി ഇവിടെ ഉള്ള എലമെന്റ്സ് നോക്ക്, ഇവിടെ ഉള്ള എലമെന്റ്സ് ഒക്കെ ഐയും ജെയും ഈക്വൽ. ഇവിടെ ഉള്ള എലമെന്റ്സോ a21, അത് ആരാ കൂടുതൽ, ഐ ആണ് കൂടുതൽ. റോക്ക് കറസ്പോണ്ടിങ് ആയ എലമെന്റ് കൂടുതലും കോളത്തിന് കറസ്പോണ്ടിങ് ആയ എലമെന്റ് എന്താണ്, കുറവും. അങ്ങനെ ആകുന്ന സമയത്ത് aij സീറോ ആകും. അങ്ങനെയും ഡിഫൈൻ ചെയ്യാം. കണ്ടോ, ഇവിടെ a31 എന്ന് പറയുമ്പോൾ 3 അല്ലേ കൂടുതൽ, ഐന്റെ ടേം ആണ് കൂടുതൽ ജെന്റെ ടേമിനേക്കാളും. അപ്പൊ 3 ഗ്രേറ്റർ ദാൻ 1, അതിൽ സീറോ ആകുന്ന പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ a32, അവിടെയും 3 ആണ് കൂടുതൽ. അതുകൊണ്ട് ഡിഫൈൻ ചെയ്യാം എങ്ങനെ, അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, aij is equal to 0 for all I greater than j. അങ്ങനെയെങ്കിൽ ഈ ലോവർ ട്രയാങ്കുലർ മെട്രിക്സിന്റെ ഡെഫിനിഷൻ പറ, aij is equal to 0 for all I less than j. ഐന്റെ വാല്യൂ ജെന്റെ വാല്യൂനേക്കാൾ ചെറുതാകുന്ന സ്ഥലത്തൊക്കെ aijകൾ 0 ആണെന്നാ. അതായത് ഡയഗണൽ എലമെന്റ്സിൽ ഐയും ജെയും ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഇവിടെ ഉള്ള എലമെന്റ്സ് എന്താ ഉണ്ടാകുക, a12. ഇവിടെ പ്രത്യേകത എന്താ, ഈ 1 is less than that of 2, I less than j ആണ്. ആ ഒരു കേസിലൊക്കെ എന്താണ്, 0 ആണെന്നുണ്ടെങ്കിൽ അതിനെ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് എന്നും പറയും. അപ്പൊ ഇന്നത്തെ വീഡിയോയില്, അതായത് പാർട്ട് 1-ല് ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കാനുള്ളത്. ഒന്നാമത്തെ അത് മനസ്സിലാക്കിയ എന്താണ്, ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത് അപ്പർ ട്രയാങ്കുലർ, അതായത് ടൈപ്സ് ഓഫ് മെട്രിസസ്. ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയത് ഒരു മെട്രിക്സ് എന്താണെന്ന് മനസ്സിലാക്കി. റെക്ടാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് ഓർ ഫംഗ്ഷൻസിനെ പറയുന്ന പേരാണ് എന്ത്, മെട്രിക്സ്. ഒരു മെട്രിക്സിനെ അതിന്റെ ഓർഡർ ഓഫ് എ മെട്രിക്സ് എന്താന്ന് മനസ്സിലാക്കി. ഒരു m/n മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് m റോസും n കോളംസും ആണ് അതിനുള്ളത്. അതിലുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് mn ആണെന്ന് മനസ്സിലാക്കി. അതിനുശേഷം കൺസ്ട്രക്ഷൻ ഓഫ് എ മെട്രിക്സ് മനസ്സിലാക്കി. ഒരു മെട്രിക്സിനെ കൺസ്ട്രക്ട് ചെയ്യാൻ പഠിച്ചു. എങ്ങനെ, aij = i+j² ഒക്കെ ആണെങ്കിൽ ഒരു 3/2 മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പഠിച്ചു. പിന്നെ അതിനുശേഷം ടൈപ്സ് ഓഫ് മെട്രിക്സിലേക്ക് കടന്നു. അതിൽ റോ മെട്രിക്സ്, ഒരൊറ്റ റോ മാത്രം ഉണ്ടാകും. പിന്നെ കോളം മെട്രിക്സ്, ഒരൊറ്റ കോളം മാത്രം ഉണ്ടാകും. ഒരു സ്ക്വയർ മെട്രിക്സ്, നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആവുന്ന മെട്രിക്സ്, സ്ക്വയർ മെട്രിക്സ്. പിന്നെ പഠിച്ചത് എന്താണ്, ഒരു ഡയഗണൽ മെട്രിക്സ് പഠിച്ചു. ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, നോൺ ഡയഗണൽ എലമെന്റ്സ് ഒക്കെ 0 ആണെന്നുണ്ടെങ്കിൽ അതിന് ഡയഗണൽ മെട്രിക്സ് എന്ന് പറയും. ഇനി അടുത്തത് സ്കേലാർ മെട്രിക്സ്. സ്കേലാർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, അതൊരു ഡയഗണൽ മെട്രിക്സ് തന്നെയാണ്. പക്ഷെ അതെന്താണ്, അതിലുള്ള ഡയഗണൽ എലമെന്റ്സ് ഒക്കെ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അതിനെ സ്കേലാർ മെട്രിക്സ് എന്ന് പറയും. ഇനി സ്കേലാർ മെട്രിക്സ് ഈക്വൽ ആണെന്ന് പറഞ്ഞു. ഇനി അതെല്ലാം 1 ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അത്തരം മെട്രിക്സിനെയാണ് ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയാം, ജനറലി ഡിനോട്ടഡ് ബൈ I.
പിന്നെ അതിൽ പഠിച്ചത് എന്താ, സീറോ മെട്രിക്സ് എന്താന്ന് പഠിച്ചു. എല്ലാ എലമെന്റ്സും സീറോ ആണെങ്കിൽ സീറോ മെട്രിക്സ് എന്ന് പറയും. പിന്നെ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് പഠിച്ചു, ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് പഠിച്ചു. ഇത്രയും ടൈപ്പുകളാണ് നിങ്ങൾ മനസ്സിലാക്കിയത്. ഇതോടുകൂടി മെട്രിസസ് എന്നുള്ള ചാപ്റ്ററിന്റെ പാർട്ട് 1 വീഡിയോ അവസാനിച്ചു. ഈ വീഡിയോയെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് 3.1 ക്വസ്റ്റ്യൻ നമ്പർ 1 മുതൽ 5 വരെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ആകെ 5 ക്വസ്റ്റ്യൻസ് ഫുൾ ആയിട്ട് ചെയ്യാം. അതിൽ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം. മെട്രിസസ് എന്നുള്ള ചാപ്റ്ററിലെ പാർട്ട് 1 അതിലെ മെട്രിക്സ് എന്താണെന്നും അതിന്റെ ഓർഡർ എന്താണെന്നും അതിലെ ടൈപ്സ് ഓഫ് മെട്രിസസ്, കൺസ്ട്രക്ഷൻ ഓഫ് മെട്രിസസ് തുടങ്ങിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. മെട്രിസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു കോൺസെപ്റ്റ് ആണ്. അത് ടാബുലാർ കോളത്തിൽ നിന്ന് അതിനുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കി അതിനെന്ത് ചെയ്യാൻ പറ്റും, ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ അങ്ങനെയെങ്കിൽ ഇനി ഇതിന് പഠിക്കാനുള്ളത് ആ മെട്രിസസിന്റെ ആൾജിബ്രായിക് ഓപ്പറേഷൻസ്, അതായത് ആൾജിബ്ര ഓഫ് മെട്രിസസ് അല്ലെങ്കിൽ ഓപ്പറേഷൻസ് ഓഫ് മെട്രിസസ് ആണ് പഠിക്കാനുള്ളത്. അപ്പൊ അടുത്ത ടോപ്പിക് ആൾജിബ്ര ഓഫ് മെട്രിസസ്. മെട്രിസസിലുള്ള ആൾജിബ്ര, അതിൽ ഫസ്റ്റ് ആൾജിബ്ര ഇക്വാളിറ്റി ഓഫ് മെട്രിസസ് ആണ്. ഇക്വാളിറ്റി ഓഫ് മെട്രിസസ്. രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആകണം എന്നുണ്ടെങ്കിൽ, രണ്ട് മെട്രിക്സുകൾ തന്നു, ആ രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആകണം എന്നുണ്ടെങ്കിൽ 2 കണ്ടീഷൻ ആണുള്ളത്. ഒന്നാമത്തെ കണ്ടീഷൻ അതിന്റെ ഓർഡറുകൾ സെയിം ആകണം. അതായത് ഒരു മെട്രിക്സ് m/n മെട്രിക്സ് ആണെങ്കിൽ മറ്റേ മെട്രിക്സ് m/n ആകണം. അല്ലെങ്കിൽ ഒന്ന് 2/3 ആണെങ്കിൽ മറ്റേത് 2/3 ആകണം. അല്ലാതെ ഓർഡർ എന്ത് ചെയ്യാൻ പാടില്ല, വ്യത്യസ്തമാകാൻ പാടില്ല. അപ്പൊ ഒന്നാമത്തെ കണ്ടീഷൻ അതിന്റെ ഓർഡർ സെയിം ആകണം. രണ്ടാമത്തെ കണ്ടീഷൻ എല്ലാ കറസ്പോണ്ടിങ് എലമെന്റ്സും എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. അതായത് A11 കറസ്പോണ്ടിങ് ആയിട്ട് അവിടെയുള്ള എലമെന്റ്സ് എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം എന്നർത്ഥം. എങ്കിൽ മാത്രമേ ആ രണ്ട് മെട്രിക്സുകള് ഈക്വൽ മെട്രിക്സ് ആകാൻ പറ്റുള്ളൂ എന്നർത്ഥം. അതായത് ഇഫ് എ എന്നുള്ളൊരു മെട്രിക്സ് കൺസിഡർ ചെയ്തു, മെട്രിക്സ് Aij, ഇവിടെ ഏതാ ഓർഡർ എന്ന് വേണമെങ്കിൽ എഴുതാം, ഈ ഓർഡർ അറിയില്ലെങ്കിൽ എഴുതാതിരിക്കാം. ആൻഡ് അനദർ മെട്രിക്സ് ബി എടുത്തു, ബിയിലുള്ള എലമെന്റ്സ് എന്തായിരിക്കും, Bij കളായിരിക്കും. മെട്രിക്സ് Bij ആർ ഈക്വൽ if and അല്ലെങ്കിൽ equal then A and B are of same order. അതിന്റെ ഓർഡറുകൾ സെയിം ആകണം. രണ്ടാമത്തെ കണ്ടീഷൻ കറസ്പോണ്ടിങ് എലമെന്റ്സ് ആർ ഈക്വൽ. കറസ്പോണ്ടിങ് എലമെന്റ്സ് ആർ ഈക്വൽ. ഈ രണ്ട് കണ്ടീഷൻ ഒബേ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയും എ എന്നുള്ള മെട്രിക്സും ബി എന്നുള്ള മെട്രിക്സും ഈക്വൽ ആണ് എന്ന്. അങ്ങനെയെങ്കിൽ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാണ്, ഒരു മെട്രിക്സ് തന്നു x 2 5 y which is equal to -1 z 5 7. ഈ രണ്ട് മെട്രിക്സുകളും ഈക്വൽ ആണെന്ന് നിങ്ങളോട് പറഞ്ഞു. എന്നിട്ട് നിങ്ങളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ, ഇതിലുള്ള അൺനോൺ വാല്യൂസ് ആയ എക്സ് വൈ സെഡ് അതിന്റെ വാല്യൂസ് കാണാൻ പറഞ്ഞു. നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആണെന്ന് അറിയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ എക്സും -1 എന്താകും, ഈക്വൽ ആകും. അങ്ങനെയെങ്കിൽ വാല്യൂ ഓഫ് എക്സ് ബിക്കം -1, വാല്യൂ ഓഫ് വൈക്ക് കറസ്പോണ്ടിങ് എന്താ ഉള്ളത് 7, അതുപോലെ സെഡിന് കറസ്പോണ്ടിങ് ആയിട്ട് 2. അപ്പൊ എങ്ങനെയാണ് എക്സിന്റെയും വൈന്റെയും സെഡിന്റെയും വാല്യൂ കാണാം. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇക്വാളിറ്റി ഓഫ് മെട്രിക്സിൽ മനസ്സിലാക്കാനുള്ളൂ. ഇതിനെ ബേസ് ചെയ്ത് ഒരു 2-3 ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടോപ്പിക് തീർന്നു. പിന്നെ ബാക്കിയുള്ള അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ തുടങ്ങിയതോടുകൂടി അതിന്റെ ആൾജിബ്ര കംപ്ലീറ്റ് ആവും. ഇതിലുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് മെട്രിക്സ് x + 3 z + 4 2y - 7 -6 a-1 0 b-3 -21 0 which is equal to matrix 0 6 3y - 2 -6 -3 2c + 2 2b + 4 -21 0. ഈ രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആണെങ്കിൽ a ന്റെ b c x y and z തുടങ്ങിയ വാല്യൂസ് ഒക്കെ എന്ത് ചെയ്യണം, കാണാം. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. നിങ്ങൾക്ക് അറിയാം കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആവുമെന്ന് അറിയാം.
അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് 3 ഈസിക്കൽ ടു എന്താണ് 0. അതായത് എക്സ് പ്ലസ് 3 ഈസിക്കൽ ടു 0, ദാറ്റ് ഈസ് എക്സ് ഈസിക്കൽ ടു -3. എക്സിന്റെ വാല്യൂ റെഡി. അടുത്തത് z പ്ലസ് 4ഉം 6ഉം ഈക്വൽ ആണ്, ദാറ്റ് ഈസ് z പ്ലസ് 4 ഈസിക്കൽ ടു 6, ദാറ്റ് ഈസ് z ഈസിക്കൽ ടു 2. z ന്റെ വാല്യൂ റെഡി. അടുത്തത് 2y മൈനസ് 7 ഈസിക്കൽ ടു 3y മൈനസ് 2. ഞാൻ ആ പ്ലസ് 2y അപ്പുറത്തേക്കും -2 അപ്പുറത്തേക്കും കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് വരടാ? -7 plus 2 is equal to 3y minus 2y, that is y is equal to -5 എന്ന് വരും. ഇതുപോലെ -6ഉം -6ഉം ഈക്വൽ, a-1ഉം -3ഉം ഈക്വൽ, അതായത് a-1 which is equal to -3, that is a is equal to -2. അടുത്തത് 0 which is equivalent to 2c plus 2, and 2c plus 2 is equal to 0 ആണ്, that is 2c is equal to -2, c is equal to -1. ഇനി ഇത് കണ്ടെത്താനുള്ളതാ b minus 3 ഉം 2b plus 4 ഉം ഈക്വൽ ആണ്, that is b minus 3 is equal to 2b plus 4. ആ b നെ അപ്പുറത്തേക്കും 4 നെ അപ്പുറത്തേക്കും കൊണ്ടുവന്നാൽ -3 minus 4 is equal to 2b minus b, that is b is equal to -7 എന്ന ആൻസർ കിട്ടും. ഇതിൽ കാണാനുള്ളതാണ്, ഇനി ആരും കാണാനില്ല. അതായത് എ കണ്ടു, ബി കണ്ടു, സി കണ്ടു, എക്സ്, വൈ, സെഡ് എല്ലാവരുടെ വാല്യൂ സിമ്പിൾ ആയിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു. ഇക്വാളിറ്റി ഓഫ് മെട്രിക്സ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ പറയുന്നത് ഫൈൻഡ് എ, ബി ആൻഡ് സി ഇൻ ഒരു 2x2 മെട്രിക്സുകൾ ഈക്വൽ ആണ് അല്ലെ. മെട്രിക്സ് 2a plus b, a minus 2b, 5c minus d, 4c plus 3d, which is equal to 4 minus 3, 11, 24. അപ്പൊ അങ്ങനെയെങ്കിൽ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഇവിടെ 2a plus b which is equal to 4. അതേപോലെ a minus 2b is equal to -3 ആണ്. ഇതിന് ഞാൻ ഇക്വേഷൻ 1 എന്നും ഇതിന് ഇക്വേഷൻ 2 എന്നും കൊടുത്തു. ഇന്നത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടുള്ളൂ? എയും ബിയും കിട്ടുള്ളൂ. അതുപോലെ സിയുടെയും ഡിയുടെയും വാല്യൂ ഉള്ള രണ്ട് ഇക്വേഷൻ ഉണ്ട്, അത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ സിയുടെയും ഡിയുടെയും വാല്യൂ കിട്ടും. അപ്പൊ അങ്ങനെയെങ്കിൽ ഇത് നമുക്ക് ഒന്നുകിൽ എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ റൂൾ ഉണ്ടല്ലോ അത് ഉപയോഗിച്ചാലും മതി. അപ്പൊ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ റൂൾ നമ്മൾ പറയുന്നത് എന്താ? പൊത്തിപ്പിടിക്കൽ മെത്തേഡ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതായത് എ ബൈ ഒന്നുകിൽ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യേണ്ടത്. ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെ 1/, ലാസ്റ്റ് കോൺസ്റ്റന്റ് 1/, ഇടണം. ഇനി ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലെങ്കിലോ -1/, ലാസ്റ്റ് ഇട്ടാൽ മതി. എങ്ങനെയായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ഞാനിപ്പോ തൽക്കാലം കൊണ്ടുവരുന്നില്ല. എ ബൈ ഇവിടെ ഇത് പൊത്തിപ്പിടിച്ച് കഴിഞ്ഞാൽ 1 into -3 -2 into 4 -8, which is equal to b by ഈ b ന്റെ ടേം പൊത്തിപ്പിടിക്കുക 4 into 1 4 -3 into 2 -6, which is equal to സാധാരണ നമ്മൾ 1/, എന്നാണ് ഇടാറ്. പക്ഷെ ഇവിടെ എന്താ അത് പുറത്തേക്ക് ഞാൻ കൊണ്ടുവന്നിട്ടില്ല, അതിനപ്പുറത്ത് തന്നെ നിർത്തിയത് കാരണം -1/, എന്നിട്ടാൽ മതി. പ്രശ്നം സോൾവ് ആവും. -1/, ഈ കോൺസ്റ്റന്റ് പൊത്തി പിടിക്കുക, എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ 2 into -2 -4 -1 into 1. അങ്ങനെയെങ്കിൽ a by -3 plus 8 എന്താണ് 5, which is equal to b by 4 plus 6 എന്താ 10, which is equal to -1/, -5. അതെന്താവും 1/5 എന്നാവൂലേ. അപ്പൊ ഇത് 1/5 ആവും. ഇനി a ന്റെ വാല്യൂ a by 5 is equal to 1/5 ആണെങ്കിൽ a ന്റെ വാല്യൂ എന്താ 1. b by 10 is equal to 1/5 ആണെങ്കിൽ by 10 അങ്ങോട്ട് പോകുന്ന സമയത്ത് 10/5, that is b യുടെ വാല്യൂ എന്താ 2. അതായത് a is equal to 1 and b is equal to 2. ഇനി അടുത്തത് 5c minus d is equal to എന്താ 11. 5c minus d is equal to 11. അതുപോലെ 4c plus 3d is equal to 24. ഇതിന് ഡയറക്റ്റ് എലിമിനേഷൻ നടക്കുന്നില്ല. അതായത് ഒന്നിൽ നിന്ന് ഒന്നാണ് മൈനസ് ചെയ്യുമ്പോഴേക്ക് ക്യാൻസലേഷനും കാര്യങ്ങളും നടക്കുന്നില്ല. അതുകൊണ്ട് ഇനി മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യാം, എലിമിനേഷൻ മെത്തേഡിൽ ചെയ്യാം. ഞാൻ ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ റൂൾ തന്നെ ഉപയോഗിക്കുകയാണ്. അതായത് ഇതിന് ഇക്വേഷൻ 3 എന്നും ഇതിന് ഇക്വേഷൻ 4 എന്നും വിളിച്ചു. അതായത് c by c ന്റെ ടേം പൊത്തിപ്പിടിക്കുക, എന്നിട്ട് -1 into 24 become -24 -3 into 11 become 33, which is equal to d by
ഡിന്റെ ടേം പൊത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ 11 into 4 44 മൈനസ് 24 into 5 24 into 5 ചെയ്യാൻ എന്ത് ചെയ്താൽ മതി 24 ന്റെ പകുതി 12 എന്നിട്ട് ഒരു 0 ഇട്ട് കൊടുക്കുക 120 that is minus 120 which is equal to minus 1 by ഈ കോൺസ്റ്റന്റ് ടേം പൊത്തിപ്പിടിക്കുക എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ 5 into 3 എന്ന് പറഞ്ഞാൽ 15 മൈനസ് 4 into minus 1 എന്താ minus 4 എന്ന് വരും. എടാ ഇത് ചെയ്ത് കഴിഞ്ഞാൽ c by minus 24 minus 33 എന്താ minus 33 3ഉം 4ഉം 7 ആയി അതായത് minus 37 47 57 that is minus 57 which is equal to d by 44 minus 120 120 ന് 44 80 വരും അല്ലേ 76 minus 76 അല്ലേ വരിക which is equal to minus 1 by ഇതെന്ത് വരും 19. അങ്ങനെയെങ്കിൽ c യുടെ വാല്യൂ എന്താ മൈനസ് 57 അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് അത് 57 by 19 എന്ന് വരും 57 by 19 എന്ന് വരും 57 by 19 എന്താണ് ആൻസർ 3 അല്ലേ വരിക c യുടെ വാല്യൂ 3. ഇനി അടുത്തത് d യുടെ വാല്യൂ മൈനസ് 76 അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് 1 into minus 76 become 76 by 19 എന്ന് വരും 76 by 19 എടാ 19 ന്റെ ഇരട്ടി എത്രയാണ് 38 38 ന്റെ ഇരട്ടിയോ 76 അല്ലേ that is 4 is the answer. c യുടെ വാല്യൂ 3 d യുടെ വാല്യൂ 4 a ന്റേത് 1 b ന്റേത് 2 സിമ്പിൾ ആയിട്ട് ചെയ്യാം. ആൾജിബ്ര ഓഫ് മെട്രിസസിലെ രണ്ടാമത്തെ ടോപ്പിക് ആണ് അഡീഷൻ ഓഫ് മെട്രിസസ്. അഡീഷൻ ഓഫ് മെട്രിസസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. അത് രണ്ട് മെട്രിക്സുകളെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അതിന്റെ രണ്ടിന്റെയും ഓർഡറുകൾ സെയിം ആകണം. പിന്നെ ആഡ് ചെയ്യാൻ സാധാരണ ചെയ്യാറ് അതിന്റെ കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിലാണ് ആഡ് ചെയ്താൽ മതി. അതായത് രണ്ട് എലമെന്റ്സ് പിന്നെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ് രണ്ട് മെട്രിക്സുകൾ ആഡ് ചെയ്യാനുള്ള ഫസ്റ്റ് കണ്ടീഷൻ ആ രണ്ട് മെട്രിക്സുകളും സെയിം ഓർഡർ ആകണം ഫസ്റ്റ് കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ അല്ല രണ്ടാമത് ഇനി ചെയ്യേണ്ടത് എന്താണ് then add the corresponding terms of the two matrices. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി റെഡി ആവും. ഞാൻ a എന്നുള്ളൊരു മെട്രിക്സ് കൺസിഡർ ചെയ്തു 1 2 3 4. b എന്നുള്ള അനദർ മെട്രിക്സ് കൺസിഡർ ചെയ്തു ഒരു 5 -1 7 8. ഇനി ഒന്നുകൂടി വ്യക്തമാവാൻ വേണ്ടി ഞാൻ c എന്നുള്ള അനദർ മെട്രിക്സ് കൺസിഡർ ചെയ്തു 1 2 5 8 9 10. അങ്ങനെയെങ്കിൽ ഞാൻ a പ്ലസ് ബി നിങ്ങളോട് ചോദിച്ചു, അതായത് മെട്രിക്സ് എയും മെട്രിക്സ് ബിയും തമ്മിൽ ആഡ് ചെയ്യാൻ ചോദിച്ചു. മെട്രിക്സ് എ എന്താ 1 2 3 4 പ്ലസ് മെട്രിക്സ് ബി എന്ന് പറഞ്ഞാൽ 5 -1 7 8. ഇവർ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് എലമെന്റ്സ് ആഡ് ചെയ്യാം. അതായത് 1 + 5 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇങ്ങനെ സ്റ്റെപ്പ് കാണിക്കാട്ടോ. 2 + -1 അടുത്ത 3 + 7 നെക്സ്റ്റ് 4 + 8. അങ്ങനെയെങ്കിൽ ആ a പ്ലസ് ബി യുടെ വാല്യൂ 1 + 5 6 2 + -1 എന്താ 1 3 + 7 എന്ന് പറഞ്ഞാൽ 10 4 + 8 എന്ന് പറഞ്ഞാൽ 12. ഇതാണ് a പ്ലസ് ബി വരിക. അങ്ങനെയെങ്കിൽ ഇനി എനിക്ക് a പ്ലസ് സി കാണണം എഴുതിക്കോ. a പ്ലസ് സി a എന്നുള്ള മെട്രിക്സ് എന്താ 1 2 3 4. സി എന്നുള്ള മെട്രിക്സോ 1 2 5 8 9 10. അങ്ങനെയെങ്കിൽ ഈ രണ്ട് മെട്രിക്സുകളും ആഡ് ചെയ്യാണ്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് അറിയോ, ഈ മെട്രിക്സിന്റെ ഓർഡർ 2/2 ആണ്, ഇതിന്റെ ഓർഡർ എന്താണ് 2/3 ആണ്. രണ്ടിന്റെയും ഓർഡർ സെയിം അല്ല. ഇങ്ങനത്തെ മെട്രിക്സുകൾ തമ്മിൽ ആഡ് ചെയ്യാൻ സാധിക്കൂല. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നോട്ട് ഡിഫൈൻഡ് എന്ന് എഴുതിയാൽ മതി. a പ്ലസ് സി ഇസ് നോട്ട് ഡിഫൈൻഡ്. അങ്ങനെയെങ്കിൽ ബി പ്ലസ് സി എന്തായിരിക്കും? ബി പ്ലസ് സി നോട്ട് ഡിഫൈൻഡ് തന്നെയാണ്. കാരണം ബിയുടെ ഓർഡർ 2/2 ഇതിന്റെ ഓർഡർ 2/3 ആണ്. അപ്പൊ ഇതിന്റെ ഓർഡറും നോട്ട് ഡിഫൈൻഡ്. ഇത്രയും കാര്യങ്ങളാണ് അഡീഷൻ ഓഫ് മെട്രിക്സിൽ മനസ്സിലാക്കാനുള്ളത്. ഇനി ഇതില് തേർഡ് പ്രോപ്പർട്ടി ആയിട്ട് മനസ്സിലാക്കാനുള്ളത്, തേർഡ് ആൾജിബ്ര ആയിട്ട് മനസ്സിലാക്കാനുള്ളത് സബ്ട്രാക്ഷൻ ഓഫ് മെട്രിക്സസ് ആണ്. അതും സെയിം ടൈപ്പ് തന്നെയാണ്. സബ്ട്രാക്ഷൻ ഓഫ് മെട്രിക്സസ്. എടാ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ
അതിന്റെ ഓർഡറുകൾ എന്താവണം, സെയിം ആവണം. പിന്നെ സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് കറസ്പോണ്ടിങ് ടേമുകൾ സബ്ട്രാക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം എ പ്ലസ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ശരിക്കും തന്നെയാണ് അത് അഡീഷൻ തന്നെയാണ്. എ പ്ലസ് മൈനസ് ബി ആണ്. എ എന്നുള്ള മെട്രിക്സും മൈനസ് ബി മെട്രിക്സ് തമ്മിൽ ഉള്ള അഡീഷൻ തന്നെയാണ് ശരിക്കും സബ്ട്രാക്ഷൻ. ഈ അങ്ങനെ ഒന്നും ചിന്തിച്ചില്ലെങ്കിലും നമുക്ക് വളരെ സിമ്പിൾ ആയി ചെയ്യാം. ഫോർ എക്സാമ്പിൾ എ എന്നുള്ള ഒരു മെട്രിക്സ് ഞാൻ കൺസിഡർ ചെയ്യുന്നു. എ എന്നുള്ള മെട്രിക്സ് ഇവിടെ 5 7 1 2 and another matrix B അത് 1 9 3 1. അങ്ങനെയെങ്കിൽ ഞാൻ എ മൈനസ് ബി ചെയ്താൽ എന്താ ചെയ്യേണ്ടത്? എയിൽ നിന്ന് ബി സബ്ട്രാക്ട് ചെയ്യാം. കറസ്പോണ്ടിങ് എലമെന്റ്സ് മൈനസ് ചെയ്താൽ മതി. 5 മൈനസ് 1 ചെയ്യാം. അതുപോലെ 7 മൈനസ് 9, പിന്നെ 1 മൈനസ് 3, പിന്നെ 2 മൈനസ് 1. അങ്ങനെയെങ്കിൽ ഇതിന്റെ ആൻസർ 4 മൈനസ് 2 മൈനസ് 2 1. ഇതാണ് എ മൈനസ് ബിയുടെ വാല്യൂ വരിക. ഇങ്ങനെയാണ് അഡീഷൻ ഓഫ് മെട്രിക്സസ് ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് മെട്രിക്സസ്. ഇനി അടുത്ത ഒരു ആൾജിബ്രയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഉണ്ടല്ലോ, അതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് മനസ്സിലാക്കണം. അതായത് പ്രോപ്പർട്ടീസ് ഓഫ് അഡീഷൻ, പ്രോപ്പർട്ടീസ് ഓഫ് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. രണ്ടും സെയിം തന്നെയാണെന്ന് നമ്മൾ പറഞ്ഞു. കാരണം സബ്ട്രാക്ഷൻ ഈസ് നത്തിങ് ബട്ട് അഡീഷൻ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പ്രോപ്പർട്ടി, ഫസ്റ്റ് പ്രോപ്പർട്ടി അത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയാണ്. കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പറയും. അതായത് നിങ്ങൾ മെട്രിക്സ് എ മെട്രിക്സ് ബി ആഡ് ചെയ്താൽ കിട്ടുന്ന സെയിം ആൻസർ തന്നെയാണ് ബി പ്ലസ് എ ചെയ്താലും കിട്ടുക. രണ്ടാമത്തെ പ്രോപ്പർട്ടി അത് നിങ്ങൾ ആലോചിച്ച് നോക്കി, എ പ്ലസ് ബി, എയും ബിയും ആഡ് ചെയ്തെന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ 5 പ്ലസ് 1 ആ ചെയ്യാം. ഈ ബിയും എയും ആഡ് ചെയ്യുകയാണെങ്കിലോ 1 പ്ലസ് 5, രണ്ടിന്റെ വാല്യൂ 6 എന്നുള്ളതിൽ തന്നെ അല്ലേ വരിക. അപ്പോ മെട്രിക്സ് അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. അടുത്തത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയാണ്. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി നിങ്ങൾക്കറിയാം, 3 മെട്രിക്സ് തമ്മിൽ ആഡ് ചെയ്യും, എ പ്ലസ് ബി പ്ലസ് സി. അപ്പൊ ഈ 3 മെട്രിക്സും കൂടി ഒരുമിച്ച് ഒറ്റയടിക്ക് ആഡ് ചെയ്യൂലല്ലോ. അപ്പൊ ഏതെങ്കിലും രണ്ടെണ്ണം തമ്മിൽ ആഡ് ചെയ്തിട്ട് ആ മെട്രിക്സിനെ മൂന്നാമത്തെ മെട്രിക്സുമായിട്ട് ആഡ് ചെയ്യാറാണ് പതിവ്. അങ്ങനെയെങ്കിൽ ഇവിടെ പറയുന്നത് എ പ്ലസ് ബി പ്ലസ് സി, അതായത് ബിയും സിയും തമ്മിൽ ആഡ് ചെയ്തു, എന്നിട്ട് ലാസ്റ്റ് അത് എ എന്നുള്ള മെട്രിക്സിനോട് ആഡ് ചെയ്തു. അങ്ങനെ കിട്ടുന്ന ആൻസറും എ പ്ലസ് ബി പ്ലസ് സി ചെയ്താൽ കിട്ടുന്ന ആൻസറും സെയിം ആകും എന്നാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി പറയുന്നത്. അതിലെ തേർഡ് പ്രോപ്പർട്ടി എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഐഡന്റിറ്റി. ഇത് ഞാൻ കഴിഞ്ഞ വർഷം കോംപ്ലക്സ് നമ്പേഴ്സ് എന്നുള്ള ചാപ്റ്ററിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അഡിറ്റീവ് ഐഡന്റിറ്റി എന്താണ്. എങ്കിലും ഒന്നും കൂടി പറയാം. ഐഡന്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഐഡന്റിക്കൽ ട്വിൻസ് അല്ലെ. ഐഡന്റിക്കൽ ട്വിൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരേപോലെയുള്ളത്, തമ്മിൽ തിരിച്ചറിയാത്തതിനെ പറയുന്നവരാണ് ഐഡന്റിക്കൽ എന്ന് പറഞ്ഞാൽ. അപ്പൊ അങ്ങനെയെങ്കിൽ ഒരു നമ്പർ സിസ്റ്റം ഞാൻ കൺസിഡർ ചെയ്തു. ആ നമ്പർ സിസ്റ്റത്തിൽ 5 എന്നുള്ള നമ്പർ എടുത്തു. ആ 5 എന്നുള്ള നമ്പറിന്റെ ഐഡന്റിക്കൽ ട്വിൻ ആരാ? 5 തന്നെ അല്ലേ. 3യുടെ ഐഡന്റിക്കൽ ട്വിൻ എന്ന് പറഞ്ഞാൽ അത് 3 തന്നെയാണ്. -1ന്റേത് -1ന്റെ തന്നെയാണ്. അതായത് ഒരു നമ്പറിന്റെ ഐഡന്റിക്കൽ ട്വിൻ എന്ന് പറഞ്ഞാൽ അതേ നമ്പർ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അഡിറ്റീവ് ഐഡന്റിറ്റിന്റെ ഡെഫിനിഷൻ എങ്ങനെയാണ്? 5 എന്നുള്ള നമ്പറിനോട് ഏതോ ഒരു നമ്പർ ഞാൻ ആഡ് ചെയ്ത സമയത്ത് അതിന്റെ ഐഡന്റിക്കൽ ട്വിന്നിനെ കിട്ടി. അതായത് ആരെ കിട്ടി? 5നെ തന്നെ കിട്ടി. അങ്ങനെയെങ്കിൽ ഞാൻ ഇവിടെ ആഡ് ചെയ്ത നമ്പറിനെ പറയുന്ന പേരാണ് ഐഡന്റിറ്റി എലമെന്റ് ഓഫ് അഡീഷൻ. സിംപ്ലി അഡിറ്റീവ് ഐഡന്റിറ്റി. അങ്ങനെയെങ്കിൽ ആരെയായിരിക്കും ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ടാവുക? 0. അങ്ങനെയാണെങ്കിൽ ഈ 0നെ പറയുന്ന പേരാണ് അഡിറ്റീവ് ഐഡന്റിറ്റി. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇപ്പോ അഡീഷനെ കുറിച്ച് മാത്രമാണ് ഇവിടെ പറഞ്ഞത്. ഏതായാലും ഇത് പറഞ്ഞ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ അടുത്ത മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞ വർഷം പറഞ്ഞ പോലെ പറയാണ്. 6 എന്നുള്ള നമ്പർ, ആ നമ്പറിനോട് ഏതോ ഒരു നമ്പർ ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത സമയത്ത് എനിക്ക് ഇതിന്റെ ഐഡന്റിക്കൽ ട്വിന്നെ കിട്ടി. 6ന്റെ ഐഡന്റിക്കൽ ട്വിൻ ആരാ? 6. അങ്ങനെയെങ്കിൽ ഞാൻ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത നമ്പറിനെ പറയുന്ന പേരാണ് ഐഡന്റിറ്റി എലമെന്റ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. സിംപ്ലി മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. അങ്ങനെയെങ്കിൽ ഇവിടെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത നമ്പർ എന്തായിരിക്കും? 1 അല്ലേ ഉണ്ടായത്. അങ്ങനെയെങ്കിൽ ഈ 1നെ പറയുന്ന പേരാണ് മൾട്ടിപ്ലിക്കേറ്റീവ്
ഐഡന്റിറ്റി. അപ്പൊ അഡിറ്റീവ് ഐഡന്റിറ്റിന്റെ മീനിങ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയാൻ പോകുന്നത് മെട്രിക്സിന്റെ കേസിലുള്ള അഡിറ്റീവ് ഐഡന്റിറ്റിനെ കുറിച്ചാണ്. അതായത് എ എന്നുള്ളൊരു മെട്രിക്സ്, ആ എ എന്നുള്ളൊരു മെട്രിക്സിനോട് കൂടി ഏതോ ഒരു മെട്രിക്സ് ആഡ് ചെയ്ത സമയത്ത് എനിക്ക് എന്ത് കിട്ടി? അതിന്റെ ഐഡന്റിക്കൽ ടിന്ന് കിട്ടി. എ എന്നുള്ള മെട്രിക്സിന്റെ ഐഡന്റിക്കൽ ടിന്ന് ഏതാ? എ എന്നുള്ള മെട്രിക്സ് തന്നെ അല്ലേ? അങ്ങനെയെങ്കിൽ ഞാൻ ഇവിടെ ആഡ് ചെയ്ത മെട്രിക്സ് എന്തായിരിക്കും? സീറോ മെട്രിക്സ് ആയിരിക്കും. കാരണം എന്താ? എല്ലാ എലമെന്റ്സും ഇപ്പൊ ഇതിന്റെ ഓർഡർ m/n ആണെങ്കിൽ ഇതിന്റെ ഓർഡർ m/n, പക്ഷെ അതിലുള്ള എല്ലാ എലമെന്റ്സും എന്താകണം? സീറോ ആകണം. അപ്പോഴല്ലേ ഇതിലുള്ള എല്ലാ എലമെന്റ്സിനെയും സീറോനെ കൊണ്ട് ആഡ് ചെയ്താല് പിന്നെ മേലുള്ള എലമെന്റ്സിലെ കിട്ടുക. അതുകൊണ്ട് സീറോ മെട്രിക്സ് ഈസ് ദ ഐഡന്റിറ്റി, അഡിറ്റീവ് ഐഡന്റിറ്റി ഓഫ് മെട്രിക്സ് എ, അല്ലെങ്കിൽ അഡിറ്റീവ് ഐഡന്റിറ്റി. എല്ലാത്തിനും അഡിറ്റീവ് ഐഡന്റിറ്റി എന്തായിരിക്കും? സീറോ മെട്രിക്സ് എന്നായിരിക്കും. ഇനി a+0 എന്ന് പറഞ്ഞാലും 0 + a എന്ന് പറഞ്ഞാലും എന്താണ്? സെയിം ആണ്. ഇവിടെ ഈ സീറോനെ പറയുന്ന പേരാണ് അഡിറ്റീവ് ഐഡന്റിറ്റി. അപ്പൊ അതാണ് തേർഡ് പ്രോപ്പർട്ടി, എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഐഡന്റിറ്റി. ഇതിന് പഠിക്കാനുള്ള ലാസ്റ്റ് പ്രോപ്പർട്ടി, എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഇൻവേഴ്സ്. സിമ്പിൾ ടോപ്പിക് ആണ്. ഇതിന്റെ കോൺസെപ്റ്റ് കഴിഞ്ഞ വർഷം പറഞ്ഞതാണ്, എങ്കിലും ഞാൻ ഒന്നും കൂടി പറയാണ്. അതായത് 3 എന്നുള്ള നമ്പർ, അതിനോട് എന്തോ ഒരു നമ്പർ ഞാൻ ആഡ് ചെയ്തപ്പോൾ എനിക്ക് അഡിറ്റീവ് ഐഡന്റിറ്റിനെ കിട്ടി. ഇവിടെ അഡീഷൻ ആണ് നടക്കുന്നത്. 3 എന്നുള്ള നമ്പറിനോട് ഏതോ ഒരു നമ്പർ ആഡ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? അഡിറ്റീവ് ഐഡന്റിറ്റിനെ കിട്ടി. എന്താണ് ഈ അഡിറ്റീവ് ഐഡന്റിറ്റി? 0 അല്ലേ അഡിറ്റീവ് ഐഡന്റിറ്റി? അതായത് 3നോട് എന്തോ ഒരു നമ്പർ ആഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 0 കിട്ടി. അങ്ങനെയെങ്കിൽ ഞാൻ ഈ ആഡ് ചെയ്ത നമ്പറിനെ പറയുന്ന പേരാണ് ഐഡന്റിറ്റി, അല്ലെങ്കിൽ ഇൻവേഴ്സ്, അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയും. ഇവിടെ ഞാൻ ആഡ് ചെയ്ത നമ്പറിനെ പറയുന്ന പേരാണ് അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് 3. ഞാൻ ആരെയാണ് ആഡ് ചെയ്തിട്ടുണ്ടാവുക? -3 നല്ലേ ആഡ് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഈ -3നെ പറയുന്ന പേരാണ് അഡിറ്റീവ് ഇൻവേഴ്സ്. ഇവിടെ നിർത്തൂല, ഓഫ് 3. എന്താ അങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയാൻ കാരണം? എന്താ കാരണം എന്നറിയോ? ഇവിടെ ഇപ്പൊ എക്സാമ്പിൾ 7 ആണ് വന്നത് എഴുതിക്കോ. അങ്ങനെയെങ്കിൽ ഇവിടെ ഞാൻ ആഡ് ചെയ്യുക എന്തിനാണ്? -7നെയാണ്. അപ്പൊ ഇവിടുത്തെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? -7 ആണ്. -7 ഈസ് അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് 7. അതായത് ഓരോ എലമെന്റിനും അഡിറ്റീവ് ഇൻവേഴ്സ് എന്താവും? ഡിഫറെന്റ് ആകും. പക്ഷെ അഡിറ്റീവ് ഐഡന്റിറ്റി എല്ലാ നമ്പേഴ്സിനും സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് അഡിറ്റീവ് ഐഡന്റിറ്റി മാത്രം പറഞ്ഞാൽ മതി. അവിടെ അഡിറ്റീവ് ഐഡന്റിറ്റി ഓഫ് 5 എന്ന് സ്പെസിഫൈ ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് ഇൻവേഴ്സിന്റെ കേസിൽ അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് 3 എന്ന് സ്പെസിഫൈ ചെയ്ത് പറയണം. അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് 7 എന്ന് സ്പെസിഫൈ ചെയ്ത് പറയണം. റെഡി അല്ലേ? ഇതിനെ പറയുന്ന പേരാണ് അഡിറ്റീവ് ഇൻവേഴ്സ്. അങ്ങനെയെങ്കിൽ ഞാൻ മെട്രിക്സിലേക്ക് കടക്കാം. എ എന്നുള്ള ഒരു മെട്രിക്സിന് ഞാൻ ഏതോ ഒരു മെട്രിക്സ് കൊണ്ട് ആഡ് ചെയ്ത സമയത്ത് എനിക്ക് അഡിറ്റീവ് ഐഡന്റിറ്റി കിട്ടി. എന്താണ് അഡിറ്റീവ് ഐഡന്റിറ്റി ആയ മെട്രിക്സ്? ഏതാ? നൾ മെട്രിക്സ് അല്ലേ? അതായത് 0 മെട്രിക്സ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഞാൻ ആഡ് ചെയ്ത മെട്രിക്സിനെയാണ് എന്ത് പറയാം? അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് മെട്രിക്സ് എ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ടാവുക ഏത് മെട്രിക്സ് ആണെന്ന് അറിയോ? -a എന്നുള്ള മെട്രിക്സ് ആണ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടാവുക. ഇതിനെ പറയുന്ന പേരാണ് അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് എ. അങ്ങനെയാണെങ്കിൽ ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അതായത് ഇതിനെങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് ഈക്വൽ ടു -a പ്ലസ് a. ഇത്രയും പ്രോപ്പർട്ടീസ് ആണ് അഡീഷൻ ഓഫ് മെട്രിക്സിൽ മനസ്സിലാക്കാനുള്ളത്. ഇനി സബ്ട്രാക്ഷൻ ഇതേ പ്രോപ്പർട്ടീസ് തന്നെയാണ് കമ്മ്യൂട്ടേറ്റീവ്, അസോസിയേറ്റീവ്. കമ്മ്യൂട്ടേറ്റീവ് വരില്ല. a - b ഈസ് നോട്ട് ഈക്വൽ ടു b - a. അത് മൈനസ് ഓഫ് ആയിട്ടായിരിക്കും വരിക. അപ്പൊ അതിൽ സ്പെസിഫൈ ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. അതായത് ഇതേ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് അതിലുള്ളത്. അപ്പൊ പ്രോപ്പർട്ടീസ് ഓഫ് അഡീഷൻ കംപ്ലീറ്റ്. അടുത്ത ടോപ്പിക് മൾട്ടിപ്ലിക്കേഷൻ ബൈ എ സ്കേലാർ, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ മെട്രിക്സ് ബൈ എ സ്കേലാർ. ഒരു മെട്രിക്സിനെ ഒരു സ്കേലാർ, അതായത് ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ സംഭവിക്കുക? അതിന്റെ തിയറി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു എക്സാമ്പിൾ വെച്ചാണ്ട് എക്സ്പ്ലനേഷൻ തരാം. അതായത് അപ്പൊ പെട്ടെന്ന് മനസ്സിലാവും. ഞാൻ എ എന്നുള്ള ഒരു മെട്രിക്സിനെ കൺസിഡർ ചെയ്തു. എ എന്നുള്ള മെട്രിക്സിലുള്ള എലമെന്റ്സ് x, y, a, b ആണെന്ന് എഴുതിക്കും.
അങ്ങനെയെങ്കിൽ ഈ എലമെന്റ്സിനെ ഫുൾ ആയിട്ട് ഞാൻ കെ എന്നുള്ള ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു എന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ കെ എ. അപ്പൊ ഈ കെ എ എന്നുള്ള മെട്രിക്സ് എങ്ങനെ ഉണ്ടാവുക എന്നറിയോ? കെ ഇൻറ്റു എക്സ് വൈ എ ബി. അതായത് എല്ലാ എലമെന്റ്സിനും ഈ കെനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാമെന്നാണ് അതിന്റെ മീനിങ്. അതായത് കെ എക്സ് കെ വൈ കെ എ കെ ബി. വേറെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി റെഡിയായി. ബി എന്നുള്ള അനദർ മെട്രിക്സ് കൺസിഡർ ചെയ്തു. മെട്രിക്സിലുള്ള എലമെന്റ്സ് 1 2 7 8. അങ്ങനെയെങ്കിൽ അടുത്തൊരു മെട്രിക്സ് 2b എന്നുള്ള മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? 2b എന്ന് പറഞ്ഞാൽ ഇതിലുള്ള എല്ലാ എലമെന്റ്സിനെയും 2 നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ അതിന്റെ മീനിങ്. അങ്ങനെയെങ്കിൽ എന്താ 1 into 2, 2b എന്ന് പറയുമ്പോൾ 2 into 1 2, 2 into 2 4, 2 into 7 14, 2 into 8 16. അപ്പൊ ഇതാണ് 2b എന്നുള്ള മെട്രിക്സ്. അങ്ങനെയെങ്കിൽ ഇവിടെ 1/2 into b എന്നുള്ള മെട്രിക്സ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? 1/2 into 1 1/2, 1/2 into 2 എന്താ 1, 1/2 into 7 എന്താ 7/2, 1/2 into 8 എന്താ 4. ഇതാണ് ഹാഫ് ബി എന്നുള്ള മെട്രിക്സ്. ഇനി ഡെഫിനിഷനിലേക്ക് ഞാൻ വരികയാണ്. എന്താ ഡെഫിനിഷൻ പറയുന്നത്? ഇഫ് matrix A is equal to matrix Aij of order m by n is a matrix and K is a scalar, then Ka is another matrix which is obtained by multiplying each element of A by scalar K. അതായത് A എന്നുള്ളത് ഈ മെട്രിക്സ് ആണെങ്കിൽ K എന്നുള്ള മെട്രിക്സ് എങ്ങനെയാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്? ഇതിലുള്ള എല്ലാ എലമെന്റ്സിനെയും K നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന മെട്രിക്സിനെയാണ് എന്ത്? മെട്രിക്സ് K എന്ന് പറയാം. അതായത് ദാറ്റ് ഈസ് ഇപ്പോ എ എന്നുള്ള മെട്രിക്സ് എ ഐ ജെ ഓഫ് ഓർഡർ എം ബൈ എൻ ആണെന്ന് എഴുതിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ സിംബോളിക്കലി ഇതേ സിംബൽ പ്രകാരം എഴുതാണെങ്കിൽ കെ എന്നുള്ള മെട്രിക്സ് എന്ന് പറഞ്ഞാൽ കെ ഇൻറ്റു മെട്രിക്സ് എ ഐ ജെ ഓഫ് ഓർഡർ എം ബൈ എൻ. അതായത് എല്ലാ എലമെന്റ്സിനും കെ നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ജനറൽ ടേം എന്താ വരിക? കെ ഇൻറ്റു എ ഐ ജെ എന്നാ വരിക. കെ എ ഐ ജെ ഓഫ് ഓർഡർ എം ബൈ എൻ. ഇതാണ് കെ എ. അല്ലേ? അപ്പൊ വളരെ സിമ്പിൾ ആയി മനസ്സിലാക്കാം. ഈ രീതിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ ബൈ എ സ്കേലാർ. പ്രോപ്പർട്ടീസ് ഓഫ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. സ്കേലാർ മൾട്ടിപ്ലിക്കേഷന് 3 പ്രോപ്പർട്ടിയാണ് മെയിൻ ആയിട്ടുള്ളത്. ഫസ്റ്റ് പ്രോപ്പർട്ടി അത് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ തന്നെയാണ്. അത് എ പ്ലസ് ബി, എയും ബിയും മെട്രിക്സ് ആണ്. എയും ബിയും 2 മെട്രിക്സ് ആണ്. കെ എന്നുള്ളത് ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ കെ ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ആ കെ ഉള്ളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. കെ എ പ്ലസ് കെ ബിയോട് ഈക്വൽ ആണ്. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് ഇവിടെ കെയും ലാംഡയും കോൺസ്റ്റന്റുകളാണ്. എ എന്നുള്ളത് ഒരു മെട്രിക്സ് ആണ്. അങ്ങനെയെങ്കിൽ ഈ 2 കോൺസ്റ്റന്റുകൾ ആഡ് ചെയ്തതിനു ശേഷം എ എന്നുള്ള മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതും ഈ കെനെ എ എന്നുള്ള മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ലാംഡനെ എ എന്നുള്ള മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ട് അവർ തമ്മിൽ ആഡ് ചെയ്യുന്നതും സെയിം ആണ്. അതായത് ഈ എ എന്നുള്ള മെട്രിക്സിനെ അതിന്റെ ഉള്ളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സ്റ്റേജ് നമുക്ക് ചിന്തിക്കാതെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. തേർഡ് പ്രോപ്പർട്ടി പറയുന്നത് മൈനസ് കെ ഇൻറ്റു എ എന്നുള്ള മെട്രിക്സിനെ മൈനസ് കെ എന്നുള്ള ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതും കെ എനെ മൈനസ് ചെയ്യുന്നതും കെ എന്നുള്ള മെട്രിക്സിനെ ആദ്യം എ എന്നുള്ള മെട്രിക്സിനെ കെ നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്നിട്ട് അതിനെ മൈനസ് കൊടുക്കുന്നതും, അല്ലെങ്കിൽ ആദ്യം ആ എ എന്നുള്ള മെട്രിക്സിന് നെഗറ്റീവ് കൊടുത്തതിന് ശേഷം പിന്നെ അതിനെ കെ നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതും ഈക്വൽ ആണ് എന്നാണ് തേർഡ് പ്രോപ്പർട്ടി പറയുന്നത്. സിംപ്ലി മൈനസ് കെ ഇൻറ്റു എ ഈക്വൽ ടു മൈനസ് ഓഫ് കെ എ വിച്ച് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു മൈനസ് എ. ഇതാണ് പ്രോപ്പർട്ടീസ് ഓഫ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ബൈ സ്കേലാറിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. എ എന്നുള്ള മെട്രിക്സ് ആണ്, ബി എന്നുള്ള മെട്രിക്സ് ആണ്. അങ്ങനെയെങ്കിൽ 2a മൈനസ് ബി ആണ് കാണുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 2a മൈനസ് ബി എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു എ എന്നുള്ള മെട്രിക്സ് എന്താണ്? 1 2 3 2 3 1 മൈനസ് ബി എന്നുള്ള മെട്രിക്സ് 3 മൈനസ് 1 3 മൈനസ് 1 0 2. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ സ്റ്റെപ്പ് വൈസ് ചെയ്യാണ്. ദാറ്റ് ഈസ് ആദ്യം 2 ഇൻറ്റു മെട്രിക്സ് എല്ലാ എലമെന്റ്സിനെയും 2 നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 ഇൻറ്റു 1 2, 2 into 2 4, 2 into 3 become 6, 2 into 2 4, 2 into 3 6, 2 into 1 2 minus matrix 3 minus 1 3 minus 1 0 2. 2 minus 3 എന്ന് പറഞ്ഞാൽ -1, 4 minus -1 become 5, 6 minus 3 എന്ന് പറഞ്ഞാൽ എന്താ 3, 4 minus -1 become 5, 6 minus 0 6, 2 minus 2 എന്ന് പറഞ്ഞാൽ 0. ഇതാണ്
2a മൈനസ് ബിയുടെ ആൻസർ വരിക. സിമ്പിളായി ചെയ്യാം. അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യനിൽ പറയുന്നത് എ എന്നുള്ള മെട്രിക്സ് 8 0 4 -2 3 6 ബി എന്നുള്ള മെട്രിക്സ് 2 -2 4 2 -5 1 ആണെങ്കിൽ മെട്രിക്സ് എക്സിനെ കാണണം ഇഫ് 2a plus 3x is equal to 5b ആണെങ്കിൽ എക്സ് എന്നുള്ള അൺനോൺ മെട്രിക്സിനെ കണ്ടെത്താനാണ് പറയുന്നത്. എടാ ഈ എക്സ് എന്നുള്ള മെട്രിക്സിനെ കാണണം 2a plus 3x is equal to 5b ആണെങ്കിൽ 3x എന്താ വരിക 5b minus 2a എന്നല്ലടാ വരിക. ഇവിടെ 5b എന്ന് പറഞ്ഞാൽ 5 into മെട്രിക്സ് b എന്താ 2 minus 2 4 2 minus 5 1 minus 2 into മെട്രിക്സ് a എന്താണ് 8 0 4 minus 2 3 6. അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്ത് വരും അറിയോ 5 into 2 10 5 into minus 2 minus 10 5 into 4 20 5 into 2 10 5 into minus 5 minus 25 5 into 1 5 minus 2 into 8 എന്ന് പറയുമ്പോൾ 16 2 into 0 0 2 into 4 8 2 into minus 2 minus 4 2 into 3 6 2 into 6 എന്ന് പറഞ്ഞാൽ 12. അങ്ങനെയെങ്കിൽ ഈ 3x എന്നുള്ള മാട്രിക്സ് എന്ത് വരും മൈനസ് ചെയ്താൽ 10 minus 16 minus 6 minus 10 minus 0 become minus 10 20 minus 8 become 12 10 minus 4 become 14 minus 25 minus 6 become minus 31 and minus 5 minus 12 become minus 7. ഇതാണ് 3x എന്നുള്ള മെട്രിക്സ് വരിക. അങ്ങനെയാണെങ്കിൽ x എന്നുള്ള മെട്രിക്സ് എന്താ into 3 അപ്പുറത്തേക്ക് പോകുമ്പോൾ by 3 ആവും. അതായത് 1/3 into മെട്രിക്സ് minus 6 minus 10 12 14 minus 31 minus 7. ഇനി 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ x എന്നുള്ള മെട്രിക്സ് എന്ത് വരും അറിയോ minus 6/3. അതായത് 1/3 into minus 6 എന്ന് പറയുമ്പോൾ എന്താ minus 2 minus 10/3 12/3 എന്ന് പറയുമ്പോൾ എന്താ 4 14/3 minus 31/3 minus 7/3 ഇങ്ങനെയാണ് വാല്യൂ കിട്ടുക. ഇത് വേണമെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് ചെയ്തോ 3x ഇതാണെങ്കിൽ x എഴുതുമ്പോൾ സമയത്ത് എല്ലാത്തിനും by 3 ചെയ്തിട്ട് എഴുതിയാൽ മതി. അങ്ങനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു എന്ന് മാത്രം. ഇതാണ് വാല്യൂ ഓഫ് ദ മെട്രിക്സ് x. അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ ഫൈൻഡ് x ആൻഡ് y. x എന്നുള്ള മെട്രിക്സും y എന്നുള്ള മെട്രിക്സും കാണണം. ഇഫ് x plus y തന്നിട്ടുണ്ട് x minus y തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ x ഉം y ഉം കാണാനാണ് പറഞ്ഞത്. എടാ വളരെ സിമ്പിൾ ആയിട്ട് കാണാൻ സാധിക്കും. ഞാൻ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് ഇവിടെ x എന്നുള്ളതും y എന്നുള്ളതും തന്നിട്ട് രണ്ടും അൺനോൺ ആണ്. പക്ഷെ രണ്ട് ഇക്വേഷൻ കൊണ്ട് രണ്ട് അൺനോൺ എന്നുണ്ടെങ്കിൽ അൺനോൺസ് കാണാൻ കഴിയുന്നല്ലേ മനസ്സിലാക്കിയത്. അങ്ങനെയെങ്കിൽ ഇതിനെ ഞാൻ ഇക്വേഷൻ 1 എന്നും ഇതിനെ ഞാൻ ഇക്വേഷൻ 2 എന്നും കൺസിഡർ ചെയ്യും. എന്നിട്ട് ഞാൻ നമ്മുടെ എലിമിനേഷൻ മെത്തേഡ് ഉണ്ടല്ലോ അത് ഞാൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ 2 ചെയ്താൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ ആഡ് ചെയ്താൽ എന്താണ് വരിക x പ്ലസ് x 2x y പ്ലസ് മൈനസ് y എന്താ 0 ആയി പോയി which is equal to. ഇനി ഈ മെട്രിക്സുകൾ നമ്മൾ ആഡ് ചെയ്യണം. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ 5 2 0 9 പ്ലസ് 3 6 0 മൈനസ് 1 ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് വരും 5 പ്ലസ് 3 8 2 plus 6 8 0 plus 0 0 1 plus minus 1 become 8. ഇതാണ് 2x. അങ്ങനെയാണെങ്കിൽ x എന്താ 1/2 into അല്ലെങ്കിൽ എല്ലാ എലമെന്റ്സിനെയും 2 നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതായത് 8/2 become 4 8/2 4 ആയി 0/2 0 8/2 4. അങ്ങനെയാണെങ്കിൽ ഇതാണ് മെട്രിക്സ് x വരിക. ഇനി ഇത് ഞാൻ ഏതെങ്കിലും ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ y കിട്ടും. ഞാൻ ഇക്വേഷൻ 1ലേക്ക് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ വേറെ ഐഡിയ ചെയ്യാം. അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഇവിടെ എന്ത് ചെയ്യാം x കൊടുക്കുന്നിട്ട് x നെ അങ്ങോട്ട് കൊണ്ടുപോകാം അല്ലെങ്കിൽ വേറെ പരിപാടി ചെയ്യാം. അങ്ങനെ ഇക്വേഷൻ 1 ന് ഇക്വേഷൻ 2 മൈനസ് ചെയ്യാം. എങ്ങനെ ആയാലും പ്രശ്നമില്ല. അതായത് ഞാൻ അങ്ങനെ ചെയ്യട്ടെ. ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2 x minus x 0 y minus minus y become 2y which is equal to
റൈറ്റ് ഹാൻഡ് സൈഡിൽ തമ്മിൽ മൈനസ് ചെയ്താൽ മാട്രിക്സ് 5 2 0 9 മൈനസ് മാട്രിക്സ് 3 6 0 minus 1 which is equal to 5 minus 3 2 2 minus 6 minus 4 0 minus 0 0 9 minus 1 become 10. ഇതാണ് 2y യുടെ വാല്യൂ വരിക. അങ്ങനെയാണെങ്കിൽ y എന്ത് വരും? 2/2 എന്ന് പറയുമ്പോൾ 1, -4/2 എന്ന് പറയുമ്പോൾ -2, 0/2 എന്ന് പറയുമ്പോൾ 0, 10/2 എന്ന് പറയുമ്പോൾ 5. ഇങ്ങനെയാണ് മാട്രിക്സ് y യുടെ വാല്യൂ വരിക. അടുത്തത് ഫോർത്ത് ക്വസ്റ്റ്യൻ പറയുന്നത് ഫൈൻഡ് വാല്യൂസ് ഓഫ് x ആൻഡ് y ഫ്രം ദി ഫോളോവിങ് ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ നിന്ന് x ന്റെ y വാല്യൂ കാണാൻ ഞാൻ പറയുന്നത്. വളരെ സിമ്പിൾ ആയി ചെയ്യാം. ഞാൻ ഒരൊറ്റ അടിക്ക് ചെയ്യട്ടെ. ഇനി ആദ്യം 2 നെ കൊണ്ട് എല്ലാത്തിനെയും അല്ലെങ്കിൽ സ്റ്റെപ്പ് ആയി ചെയ്യാം. എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യൻ മുതൽ കുറച്ചും കൂടി ഫാസ്റ്റ് ആക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്ന ആൾക്കാർ എന്ത് ചെയ്യാം, സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിട്ട് ചെയ്യാൻ നോക്കാം. എക്സാമിന് ഫുൾ ആയിട്ട് സ്റ്റെപ്പ് ചെയ്താണ് കേട്ടോ. ഇനി കാൽക്കുലേഷൻ സ്കിൽ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഏതായാലും ഞാൻ ഇതിനെ കൊണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 2 നെ കൊണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2x, 2 × 5 എന്താ 10, 2 × 7 എന്ന് പറയുമ്പോൾ 14, 2 × y - 3 എന്ന് പറയുമ്പോൾ 2y - 6 പ്ലസ് മാട്രിക്സ് 3 - 4 1 2 which is equal to 7 6 15 14. ഇനി ഇവരെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 2x + 3 2x + 3 10 + -4 6 14 + 1 15 2y - 6 + 2 2y - 4 which is equal to 7 6 15 14. ഇങ്ങനെ വരും. എടാ കറസ്പോണ്ടിങ് ടേംസ് ഇക്വേറ്റ് ചെയ്താൽ എന്ത് വരും? 2x + 3 = 7, 2x = 4, x = 2 എന്ന് വരും. ഇനി അടുത്തത് ഈ ടേമുകൾ ഇക്വേറ്റ് ചെയ്താൽ ഇതൊന്നും ഇക്വേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇനി അടുത്തത് 2y - 4 = 14. അങ്ങനെയെങ്കിൽ 2y = 14 + 4 18, that is y = 9. x ന്റെ വാല്യൂ 2 and y ന്റെ വാല്യൂ 9.